നമസ്കാരം. IFBHന്റെ 418ാമത് മലയാള വിഭാഗത്തിന്റെ വെബിനാറിന്റെ തുടക്കമാണ്. നമ്മുടെ ഈ ദിനം തുടങ്ങുന്നതിന് മുമ്പായി നമുക്ക് 1 മിനിറ്റ് മൗന പ്രാർത്ഥന. താങ്ക് യു ഓൾ. നമുക്കെല്ലാവർക്കും അറിയാം, ഹോമിയോപ്പതി വളരെ ബുദ്ധിമുട്ടായ അല്ലെങ്കിൽ വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു കോവിഡിന്റെ തുടക്കകാലം. എന്നാൽ അവിടുന്ന് അങ്ങോട്ട് മാറി കാറ്റ് നമുക്ക് അനുകൂലമായി വീശി നാം എല്ലാം പുത്തൻ ഉണർത്തെഴുന്നേൽപ്പിലൂടെ ഉണർന്നു കഴിഞ്ഞു. ഇന്നിപ്പോഴ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡോക്ടർമാരെല്ലാവരും തന്നെ കോവിഡ് ചികിത്സിച്ചു കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോവിഡിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ദിനം നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ച എന്തുകൊണ്ട് ആഴ്സനിക് ആൽബം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തുടർ അവതരണമാണ്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഡോക്ടർ പ്രകാശാണ് ഇന്ന് വീണ്ടും നമ്മുടെ അതിഥിയായി എത്തുന്നത്. ഡോക്ടർ പ്രകാശിനെ കുറിച്ച് പറയുമ്പോൾ പുതുതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ ചോറ്റാനിക്കര ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ വിഭാഗത്തിന്റെ റീഡറാണ്. അതുപോലെ തന്നെ ചേർത്തല പട്ടണക്കാടാണ് സ്വദേശം. അവിടെ വളരെ നല്ല രീതിയിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു. നിത്യേന അദ്ദേഹത്തെ കാണാനായി നിൽക്കുന്ന ക്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബിവറേജ് പോലും പലപ്പോഴും തോക്കാറുണ്ട്. അത് അത്ര കണ്ട് ഹോമിയോപ്പതിക്ക് പ്രശസ്തി നേടിത്തരുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർത്തലക്കാർക്ക് പൊതുവെ രോമാഞ്ചമാണ്. കാരണം അങ്ങനെയുള്ള ഡോക്ടർമാരാണ് ഹോമിയോപ്പതി ഇവിടെ ജൂനിയേഴ്സിന് വേണ്ടി. അതുപോലെ തന്നെ ധാരാളം ജൂനിയർ ഡോക്ടർമാരെ അദ്ദേഹത്തിന്റെ ക്ലിനിക്കില് നിത്യ സന്ദർശകരാണ്. കൂടെ ഇരുത്തി അവരെ കേസുകൾ പഠിപ്പിക്കാറുണ്ട്. വെറും ക്ലിനിക്കിൽ അവിടെ കോളേജിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല, ഏത് ഒരു അധ്യാപകനും എങ്ങനെയാവണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉത്തമ മാതൃകയായ ഡോക്ടർ പ്രകാശാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അദ്ദേഹത്തെ കുറിച്ച് പറയാൻ തന്നെയാണെങ്കിൽ ഒരു ദിവസം പറയാനുള്ള കഥകൾ എനിക്കറിയാം. കാരണം അത്ര കണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമ്മുടെ ഈ വേദിയിൽ നമുക്ക് വേണ്ടി 2ാം വട്ടവും ഇന്ന് വീണ്ടും ആഴ്സനിക് ആൽബം എന്തുകൊണ്ട് എന്നുള്ള ഒരു സബ്ജക്റ്റുമായി എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ വേദിയിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങേക്ക് തുടരാം. എന്തോ ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് സാർ. നെറ്റ് പ്രോബ്ലം ആയിരിക്കാം സാറ്. യെസ്, എന്തോ ഒരു ചെറിയ സാറിന്റെ ഫേസ് പോലെ വെട്ടം ക്ലിയർ ആയി കാണുന്നില്ല. ഒരു ഇച്ചിരി ഡാർക്ക് ആയിട്ട് തോന്നുന്നു. അതെ അതെ, അല്ല ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ശരിയായി. ഇപ്പൊ ശരിയായി. ഓക്കെ, തുടങ്ങാം സാർ. എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ഇന്നലെ നമ്മള് ആഴ്സനിക് ആൽബത്തിനെ കുറിച്ച് തുടങ്ങി വെച്ച ചർച്ചയുടെ ഒരു ഏകദേശം പകുതി ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കോവിഡിന്റെ ഈ മഹാവ്യാപനത്തെ തുടർന്നുണ്ടായ വൈദ്യശാസ്ത്ര രംഗത്തും നമ്മുടെ എല്ലാ മേഖലയിലും ഉണ്ടായ തളർച്ചയെ അതിജീവിച്ചുകൊണ്ട് പലതരത്തിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുമ്പോൾ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം അതിന്റെ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നാടൊന്നാകെ അല്ലെങ്കിൽ ഈ വൈദ്യശാസ്ത്ര ആരോഗ്യ മേഖലയില് തനതായ ഒരു സിഗ്നേച്ചർ, ഹോമിയോപ്പതിയുടേതായ ഒരു സിഗ്നേച്ചർ പൊതുജനങ്ങളുടെ ഇടയിലും സർക്കാരിന്റെയും മറ്റു എല്ലാ മേഖലയിലും പതിപ്പിക്കുവാൻ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ സാധിച്ചു. അതിന് ധാരാളം സംഘടനകളും വ്യക്തികളും വളരെയേറെ അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഈ കോവിഡ് മഹാമാരി സാറ് പറഞ്ഞതുപോലെ തുടക്കത്തിൽ നമ്മളൊന്ന് പതറി നിന്നെങ്കിലും മറ്റു മേഖലയിൽ നിന്നുണ്ടായ എതിർപ്പുകൾ കൊണ്ട് നമുക്ക് ഒരു കാല് പിന്നോട്ട് വെക്കേണ്ടി വന്നുവെങ്കിലും ഇന്ന് അതെല്ലാം മറികടന്ന് നമ്മൾ വളരെ ഒരു അഴിച്ചുവിട്ട ആകാശത്തെ പോലെ നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കോവിഡിന്റെ ഈ വേളയിൽ നമ്മളെ സഹായിച്ച അല്ലെങ്കിൽ ഒരു ജീനസ് എപ്പിഡമിക്സ് ആയിട്ട് സെലക്ട് ചെയ്ത ആഴ്സനിക് ആൽബിനെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അറിയാം. കേവലം ഒരു ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ ഒരു
മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആഴ്സനിക് ആൽബത്തിന്റെ ആ ഒരു പോളിക്രിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു എത്തുനേഷ്യ ആയിട്ടുള്ള ആ ഡ്രഗിന്റെ വിവരണം കേവലം 1 മണിക്കൂറോ 2 മണിക്കൂറോ 1 ദിവസമോ കൊണ്ടൊന്നും തീരുന്നതല്ല എന്ന് നമുക്കറിയാം. അതിന്റെ കോവിഡുമായിട്ടുള്ള അതിന്റെ ആ ഒരു ഹോമിയോപ്പതിസിറ്റിയെ, കോവിഡ് എന്നുള്ള ഡിസീസ് ഉണ്ടാക്കുന്ന പത്തോഫിസിയോളജിയും ആഴ്സനിക് ആൽബിന്റെ പത്തോഫിസിയോളജിയും തമ്മിലുള്ള നേരിയൊരു അതിന്റെ ഒരു കമ്പാരിസൺ മാത്രമാണ് നമുക്ക് ഈ ഒരു വേളയിൽ സാധ്യമാകുക. നമ്മൾ ഇന്നലെ പറഞ്ഞു ആഴ്സനിക് ആൽബിന്റെ ജനറൽസ് എല്ലാം നമ്മൾ ഏകദേശം പറഞ്ഞു വെച്ചു. അതിനുശേഷം ഇന്ന് നമ്മൾ തുടരുന്നത് അതിന്റെ 4 സിസ്റ്റത്തിലുള്ള കോവിഡിന് നമുക്കറിയാം റെസ്പിറേറ്ററി, കാർഡിയാക്, റീനൽ ആൻഡ് GI ട്രാക്ട്. ഈ 4 സിസ്റ്റത്തിലുള്ള ആഴ്സനിക് ആൽബിന്റെ ആക്ഷനെ കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ ഒരു വിവരണം എന്നാൽ കഴിയാവുന്ന രീതിയിൽ വളരെ ലളിതമായി പറയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ എന്ത് പറയുമ്പോഴും അത് കേൾക്കുന്ന വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എങ്കിൽ ആ ഒരു പറച്ചിലിന് അവിടെ പ്രസക്തി. അപ്പോ ആഴ്സനിക് ആൽബിന് വരുന്ന സിംപ്റ്റംസ് എന്ന് പറയുന്നത് അത് 3 സ്റ്റേജിലൂടെയാണ് അത് പൊട്ടിവിരിയുന്നത്. കേവലം ഒരു റണ്ണിങ് നോസിൽ തുടങ്ങി സ്നീസിംഗ് ആയി അവിടുന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക്, ഒരു ഫ്രോണ്ടൽ സൈനസൈറ്റിസിന്റെ രീതിയിലേക്ക് വന്ന് പ്രോട്ടോറിറ്റേറ്റായി തേർഡ് സ്റ്റേജായ ലോവർ ട്രാക്റ്റിലേക്ക്, റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് അത് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റമറ്റോളജിയെ കുറിച്ചാണ് ഞാൻ ചെറുതായിട്ട് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ധാരാളം ഡ്രഗ്സ് നമുക്ക് സ്നീസിങ്ങിനുണ്ടെങ്കിലും ആഴ്സനിക് ആൽബിന്റെ ഫിസിക്കൽ ജനറൽസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇറ്റ്സ് എ സൂപ്പർ സ്പീഡ് ഇൻഫെക്ഷൻ. 1, 2, 3 എന്ന് പറയുന്നതിന് മുമ്പ് അങ്ങ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് കടന്നു കയറുന്നത് കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു വിശ്വരൂപം ആഴ്സനിക് ആൽബ് പ്രകടിപ്പിക്കുന്നു. സ്നീസിങ്ങിന്റെ പ്രത്യേകത പേഷ്യന്റ് എത്ര തുമ്മിയാലും ആ തുമ്മൽ കൊണ്ട് അയാളുടെ ആ ഒരു മൂക്കടപ്പിന് ഒരു മാറ്റം വരികയോ അല്ലെങ്കിൽ തുമ്മി തീർന്നു എന്ന ഒരു ആശ്വാസം വരികയോ ചെയ്യാത്ത ഒരു ഡ്രഗാണ് ആഴ്സനിക് ആൽബ്. ഇറ്റ് സ്റ്റാർട്ട്സ് ആസ് എ സ്നീസിംഗ് വിത്ത് ക്രോസ് ദ അപ്പർ ലിപ്പ്. അവിടുന്ന് തുടങ്ങി ഫ്രോണ്ടൽ ഹെഡേക്ക് ആയിട്ട് മാറി അവിടുന്ന് ലോവർ ട്രാക്കിലേക്ക് വരുമ്പോൾ ആ ത്രോട്ട് ഇറിറ്റേഷൻ എല്ലാം മാർക്ഡായി കോവിഡ് പേഷ്യൻസ് പറയുന്ന പോലെ തൊണ്ടയിലൊരു ഇറിറ്റേഷൻ എന്നൊക്കെ അവർ പറയുന്നത് സെക്കൻഡ് ഡേയിൽ ആണ്. നമുക്കറിയാം ആഴ്സനിക് ആൽബിന്റെ ഈ ഫൈബറിലുള്ള ആക്ഷൻ ഇറ്റ് ഇറിറ്റേറ്റ്സ് ദ ഫൈബേഴ്സ് വിച്ച് ആർ പ്രസന്റ് ഇൻ ദ നെർവ് എൻഡിങ്സ്. ആ നെർവ് എൻഡിങ്സിനെ ഫൈബേഴ്സിനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ആഴ്സനിക് ആൽബ് ഒരു പ്രിഡോമിനന്റ് ഒരു ഡിസ്ട്രക്റ്റീവ് മയസമാണ്, സിഫിലിറ്റിക് മയസമാണ്, സൂപ്പർ സ്പീഡാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ രോഗിയുടെ ഘാനശക്തിയും സംവേദനക്ഷമതകളെല്ലാം നഷ്ടപ്പെടുന്നു. അതാണ് ലോസ് ഓഫ് ടേസ്റ്റ്, ലോസ് ഓഫ് സ്മെൽ തുടങ്ങിയവയിലേക്ക് നയിക്കുന്നത്. ആ സൂപ്പർ സ്പീഡാണ് ഫൈബറിലേക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ആണ്. അപ്പൊ അവിടെ തുടങ്ങി ലങ്സിലേക്ക് വരുമ്പോൾ ഒരു കറ്റാറൽ സ്റ്റേജ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് ഒരു തിൻ വാട്ടറി ഡിസ്ചാർജ് ആയിട്ട് അവർ ഫീൽ ചെയ്യുക. ഫോളോവിങ് തിൻ വാട്ടറി ഡിസ്ചാർജ്. ആ റണ്ണിങ് നോസ് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ, തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു മ്യൂക്കോപുരുലൻ ഡിസ്ചാർജ് ആയിട്ട് മാറും. ഇവിടെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളിൽ പലരും ആഴ്സനിക് ആൽബ് ഒരു തിൻ വാട്ടറി ഡിസ്ചാർജ് ആണ് എന്നൊരു ധാരണയാണ് നമുക്ക് പ്രാഥമികമായിട്ട് മെറ്റീരിയൽ ക്ലാസ്സിൽ നിന്ന് കിട്ടുക. പക്ഷെ രോഗിയുടെ ആ ഒരു ഹിസ്റ്ററി, ക്രോണോളജിക്കൽ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് വളരെ വ്യക്തമായി രോഗി ഈ പാതയിലൂടെ കടന്നു വരും. തുടക്കത്തിലൊരു ജലദോഷം, ഒരു മൂക്കില് ഇറിറ്റേഷൻ ആയിട്ട് തുടങ്ങിയ ഡോക്ടറിനെ തുമ്മി വശം കെട്ടു, അതിനോടുകൂടി ഭയങ്കര ബേണിങ്, മൂക്കിന് പുകച്ചിലൊക്കെ ഉണ്ടായി. ഇന്നിപ്പോ തലവേദന, നെറ്റിലൊരു തലവേദനയുണ്ട്, അതിനോടൊപ്പം തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ചുമച്ചു വരുമ്പോൾ ആ ഒരു മ്യൂക്കോപുരുലൻ ഡിസ്ചാർജ് ആണ് ഇവിടെ ഫീൽ ചെയ്യുക. അതിനെ തുടർന്ന് അത് ലങ്സിലേക്ക് സെറ്റിൽ ആവുന്നു. ലങ്സിലേക്ക് വരുമ്പോൾ അതിന് കറ്റാറൽ ആസ്മയാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. കറ്റാറൽ ആസ്മ,
ആ ആസ്മ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 3 പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പേഷ്യന്റ് കനോട്ട് ലൈ ഡൗൺ, പേഷ്യന്റ് കിടക്കുവാനേ സാധിക്കത്തില്ല. 2, അഗ്രിവേഷൻ അറ്റ് ദ മിഡ് നൈറ്റ്. 3, ഷോർട്ട് ഇൻസ്പിറേഷൻ ആൻഡ് പ്രൊലോങ്ഡ് എക്സ്പിറേഷൻ. പട്ടി കഥക്കുന്നത് പോലെയാണ് ആഴ്സനിക് ആൽബിന്റെ ആ ഒരു ഡിസ്നിയ നമ്മളുടെ മാർക്കായിട്ട് വരിക. അപ്പോ കിടക്കാൻ സാധിക്കാതെ എന്തുകൊണ്ട് മിഡ് നൈറ്റിൽ അഗ്രിവേഷൻ വരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ഇന്നലത്തെ ആ സൈക്കോളജിക്കൽ ഫീച്ചേഴ്സുമായിട്ട് കൂട്ടി വായിക്കുകയാണെങ്കിൽ ആ ഉറക്കത്തിലുണ്ടാകുന്ന അയാളുടെ ആ ഒരു അരക്ഷിതാവസ്ഥ, മാനസികമായിട്ടുള്ള അരക്ഷിതാവസ്ഥയും ആ ലോൺലിനെസ്സും ആ ഹൊറിബിൾ ഡ്രീംസും ഇതെല്ലാം കൂടി നമുക്കറിയാം. എവറി ഡിസീസ് ബിഗിൻസ് ഫ്രം ദ മൈൻഡ്, ഫ്രം സെന്റർ ടു പെരിഫറി, ഫ്രം മൈൻഡ് ടു ബോഡി. ഫസ്റ്റ് എ തോട്ട്, then action comes. ഈ തോട്ട് എന്ന് പറയുന്ന മൈൻഡിലാണ്, ഫോളോഡ് ബൈ ആൻ ആക്ഷൻ. എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ പേഷ്യന്റ് ആദ്യം ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മെന്റൽ വെൽബീയിങ് ആണ്. ഫിസിക്കൽ സിംറ്റംസ് നിലനിൽക്കുമ്പോഴും ആ പേഷ്യന്റിൽ ഉണ്ടാകുന്ന മെന്റൽ വെൽബീയിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്ഷൻ വരുന്നത് മൈൻഡിലായതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഈ മിഡ് നൈറ്റ് അഗ്രിവേഷനും രാത്രി അയാള് ഞെട്ടി എണീറ്റ് അയാൾക്ക് ശ്വാസം കിട്ടാതെ കട്ടിലിരുന്ന് ഈ പട്ടി കഥയ്ക്കുന്നത് പോലെ ഷോർട്ട് ഇൻസ്പിറേഷൻ ആൻഡ് പ്രൊലോങ്ഡ് എക്സ്പിറേഷൻ, അങ്ങനെയുള്ള ഒരു കറ്റാറൽ സ്റ്റേജ് ഇതിന്റെ 3rd സ്റ്റേജ്. അപ്പൊ ഫസ്റ്റ് ഒരു തിൻ വാട്ടറി, ദെൻ ഒരു മ്യൂക്കോപുർലൻ ഡിസ്ചാർജ്, ദെൻ ഒരു കറ്റാറൽ സ്റ്റേജ്. ഈ കറ്റാറൽ ആസ്മ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കേസസിൽ കണ്ടുവരുന്നത്. ഈ കോവിഡിന്റെ ഒക്കെ കേസസിൽ വരുമ്പോ നമുക്കറിയാം ഈ ആഴ്സനിക് ആൽബിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് അത് ബ്ലഡിലുള്ള ആൽബുമിൻ പാർട്ടുമായിട്ട് ചേർന്നൊരു ക്ലോട്ട് ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ. അങ്ങനെ ക്ലോട്ട് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാസിസും അതെല്ലാം കൂടി എന്താ സംഭവിക്കുക, ബ്ലഡിന്റെ ലങ്സിലുള്ള ലങ് ആൽവിയോലിനുള്ള ബ്ലഡിന് ഡിഫക്റ്റീവ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി സംഭവിക്കും. അപ്പൊ ഓക്സിജന്റെ അളവ് അവിടെ പെട്ടെന്ന് തന്നെ താഴ്ന്നു തുടങ്ങും. ഈ കാപ്പിലറീസിൽ ഉണ്ടാക്കുന്ന ഡാമേജ് കൊണ്ട്, ഇറിറ്റേഷൻ കൊണ്ട്, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആ ഒരു ക്ലോട്ട് ഫോർമേഷൻ കൊണ്ട് ലങ് ആൽവിയോളയിൽ ഉണ്ടാകുന്ന ആ ഒരു തടസ്സം കൊണ്ട് ബ്ലഡിന്റെ ആ ഒരു ക്യാരിങ് കപ്പാസിറ്റി, ലങ് ആൽവിയോയിലേക്കുള്ള കപ്പാസിറ്റി കുറയുകയും തദ്വാര ലങ്സിന് ഓക്സിജൻ കിട്ടാതെ വരികയും പ്രോപ്പറായിട്ടുള്ള വൈറ്റൽ കപ്പാസിറ്റി ആ 350 ml ഓക്സിജൻ അയാൾക്ക് കിട്ടാതെ വരികയും അത് വളരെ പെട്ടെന്ന് കുറഞ്ഞു വരികയും ചെയ്യുകയും തീർച്ചയായിട്ടും അവിടെ ഒരു ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യുകയും ആ ന്യൂമോണിയ ലങ്സിനെ ഒന്നാകെ ബാധിക്കുകയും ലങ്സിനെയും ജനറൽ സിസ്റ്റത്തിനെയും വീക്കാക്കി ആ പേഷ്യന്റ് ഒരു കൊളാപ്സിലേക്ക് പോകുന്നതാണ് നമ്മൾ കോവിഡിലും കണ്ടുവരുന്നത്. ആഴ്സനിക് ആൽബിന്റെ ആക്ഷനും കോവിഡിന്റെ ഈ പത്തോളജിയും തമ്മിലുള്ള ആ ഒരു സദൃശ്യത അതും ആഴ്സനിക് ആൽബിന്റെ സെലക്ട് ചെയ്യാനായിട്ട് CCRHനെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. അപ്പൊ ലങ് ആൽവിയിൽ ഉണ്ടാക്കുന്ന ഈ ഓക്സിജനേഷൻ കപ്പാസിറ്റി കുറയുന്ന ഈ ഒരു പത്തോളജി ലങ്സിന്റെ ഡാമേജിലേക്കും അതുവഴി ജനറൽ സിസ്റ്റത്തിന്റെ വീക്ക്നെസ്സിലേക്കും പോകുമ്പോൾ ഉണ്ടാകുന്ന സഡൻ കൊളാപ്സ്. മൂന്നാമതൊരു കണ്ടീഷൻ, അത് നമ്മൾ പറഞ്ഞു കറ്റാറൽ ആസ്മ. നമ്മൾ സാധാരണ ഇതിൽ ഇപ്പൊ വിന്റർ ആസ്മയിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ആഴ്സനിക് ആൽബം. 2, ഈ കറ്റാറൽ ആസ്മ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഈ കോവിഡ് കേസസിലൊക്കെ കോവിഡ് ന്യൂമോണിയ ആയിട്ട് നമുക്ക് കണ്ടുവരുന്നത് വരിക. അതിനോടൊപ്പം തന്നെ ചില കേസസ് നമുക്കറിയാം ഇതിനെ തരണം ചെയ്താലും ലങ്സിലുണ്ടാക്കുന്ന ഈ ഡാമേജ് ബ്ലഡിൽ നിന്നുള്ള വാട്ടർ കണ്ടന്റിനെ 90% ബ്ലഡ് ആണല്ലേ, ബ്ലഡിൽ വാട്ടർ കണ്ടന്റ് ആണ്. ഈ വാട്ടർ കണ്ടന്റ് ഈ കാപ്പിലറീസ് ബ്രേക്ക് ആകുമ്പോൾ പുറത്തേക്ക് വരികയും അത് പെരിക്കാർഡിയത്തിനെ അഫക്ട് ചെയ്യുകയും ഒരു ഹൈഡ്രോ പെരിക്കാർഡിയം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് ഹാർട്ടിലേക്ക് നീങ്ങുന്നത്. അപ്പോ ഈ വാട്ടർ കണ്ടന്റ് ബ്ലഡിനകത്ത് ബ്ലഡ് കാപ്പിലറീസിലുള്ള വെസൽസിലുള്ള ജലാംശം പുറത്തേക്ക് ഊർന്നിറങ്ങി
അത് പെരിക്കാർഡിയത്തെ, ഹാർട്ടിനെ ആവരണം ചെയ്യുന്ന പെരിക്കാർഡിയത്തിൽ വന്ന് നിറഞ്ഞ് ഒരു ഹൈഡ്രോ പെരിക്കാർഡിയം ഡെവലപ്പ് ചെയ്യുന്നു. അവിടെ കാർഡിയാക് സിംറ്റംസ് പൊട്ടിവിരിയുന്നു. ആഴ്സനിക് വാൽവിന്റെ കാർഡിയാക് സിംറ്റത്തിലെ ഏറ്റവും മെയിൻ പ്രത്യേകത, there is severe pain in between the scapula. ഈ ഒരു ഹെവിനെസ് കൊണ്ട് തന്നെ, ഈ ഫ്ലൂയിഡ് കളക്ഷൻ പെരിക്കാർഡിയത്തിലുള്ള ഹെവിനെസ് കൊണ്ട് തന്നെ ആ പേഷ്യന്റിന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട്, അല്ലെങ്കിൽ അയാൾ ഏറ്റവും ആദ്യം പറയുന്ന സിംറ്റം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും കോമൺ ആയിട്ടുള്ള കാർഡിയക് സിംറ്റംസ് എല്ലാം ഉണ്ടാവും, ഡിസ്നിയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമ്മൾ നോക്കണം, കാർഡിയക് ആസ്മ എപ്പോഴും ആഫ്റ്റർ മിഡ് നൈറ്റ് ആണ് അഗ്രിവേഷൻ, ബിഫോർ മിഡ് നൈറ്റ്. അപ്പൊ ആ മിഡ് നൈറ്റിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ ആസ്മ, അതിനോടൊപ്പം പേഷ്യന്റിന് സിവിയർ പെയിൻ ഇൻ ബിറ്റ്വീൻ ദ സ്കാപ്പുല. അവിടെ ആ ഒരു സ്റ്റേജിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് പേഷ്യന്റിന് കിട്ടിയില്ല എങ്കിൽ, ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എങ്കിൽ അടുത്ത സിസ്റ്റത്തിലേക്ക്, അതായത് റീനൽ സിസ്റ്റത്തിലേക്ക് ആ പത്തോളജി കടന്നു ചെല്ലുന്നു. അവിടെ ആൽബുമിനുറിയ ഉണ്ടാവും, ഇഡിമ ഉണ്ടാവും, ദെൻ ലിംസ് എല്ലാം ഇഡിമാറ്റസ് ആവുന്നു. ആ ഇഡിമാറ്റസ് ആവുന്ന ലിംസ് കയ്യിലും കാലിലും നീരൊക്കെ വന്നിറഞ്ഞ് അത് പൊട്ടി അവിടെ നിന്നൊരു ഒഫൻസീവ് ഫ്ലൂയിഡ് പൂസ് ചെയ്യുന്നു. അങ്ങനെയാണത് റീനൽ, ചില കേസ് കോവിഡ് കേസസ് റീനൽ ഫെയിലർ കൊണ്ട് ഡെത്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈ ആദ്യത്തെ രണ്ട് ഓർഗൻസും, ലങ്സിനെയും ഹാർട്ടിനെയും കവർ ചെയ്തിട്ട് മൂന്നാമത് വരുന്നതാണ് കിഡ്നിയിലേക്ക്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഓക്സിജനേഷൻ ഒന്നും ഇല്ലാതെ വരുമ്പോൾ ഈ ആഴ്ചാൽ പോയിസൺ ഉണ്ടാക്കുന്ന സിവിയർ ടോക്സീമിയ, സിംറ്റത്തിന്റെ ജനറൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ടോക്സീമിയ എല്ലാം ആ സമയത്ത് പേഷ്യന്റ് വളരെ പ്രകടമാക്കും. അയാൾക്ക് കണ്ടിന്യൂസ് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും, ഐസ് ബിക്കം പെയിൽ ആൻഡ് സങ്കൺ, ഫേസ് ബിക്കം ലിവിഡ് ബ്ലൂയിഷ്, ടങ് കോട്ടഡ്, there will be dry suffocative cough, dyspnea, ഈ ശ്വാസമുട്ടൽ ഉണ്ടാവും, പാൽപിറ്റേഷൻ ഉണ്ടാവും കാർഡിയക് ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ട്, അയാളുടെ വൊമിറ്റിങ്ങും ഡയറിയ ഉണ്ടാവും. ആ പേഷ്യന്റിന് ആ സമയത്ത് തന്നെ അതിനോടൊപ്പം തന്നെ അതങ്ങ് പ്രോഗ്രസ് ചെയ്തു പോയി ഇൻഡസ്റ്റൈനൽ ഡാമേജ് ഒക്കെ വന്നു കഴിയുമ്പോൾ, ഇൻഡസ്റ്റൈനൽ ഇൻഫ്ലമേഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റമറ്റോളജി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അയാളുടെ സ്കിന്നെല്ലാം പെയിലായി, വാക്സി, ഡ്രൈ, പാസ്ഡ് ആവും, ടോക്സിമിയ ഡെവലപ്പ് ചെയ്ത് വന്ന വഴി. അങ്ങനെ ആ പേഷ്യന്റ് കൺവൾഷൻസിലേക്കും കോമയിലേക്കും ഡെത്തിലേക്കും പോകുന്നു. ഈ ആഴ്സനിക് വാൽവിന്റെ കൺവൾഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മെന്റലി ആഴ്സനിക് വാൽവ് പേഷ്യന്റ് ഈസ് വെരി റെസ്റ്റ്ലെസ്. ആ റെസ്റ്റ്ലെസ്നെസ് കൊണ്ട് തന്നെ സാധാരണ ഒരു കൺവൾഷൻ എന്ന് പറയുമ്പോൾ ആ കൺവൾഷന്റെ ഭാഗമായിട്ട് കൺവൾഷൻസ് വന്ന് പേഷ്യന്റ് ബിക്കം അൺകോൺഷ്യസ്. എല്ലാ ഡ്രഗിലും നമ്മൾ അങ്ങനെയാണ് കണ്ടുവരുന്നത്, എക്സെപ്റ്റ് ആഴ്സനിക് വാൽവ്. ഈ കൺവൾഷൻസിന്റെ ലാസ്റ്റ് അൺകോൺഷ്യസ് ആവുകയും പിന്നീട് കുറെ നേരം പേഷ്യന്റ് കിടന്ന് പിന്നെ ഹി റീഗെയിൻ കോൺഷ്യസ്നെസ്. അതാണ് നോർമലി ഒരു കൺവൾഷൻസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആഴ്സനിക് വാൽവിന്റെ പ്രത്യേകത, ഈ കൺവൾഷൻസിന്റെ ഇടയ്ക്ക് തന്നെ പേഷ്യന്റ് കോൺഷ്യസ് ആവും. കാരണം അയാളുടെ മൈൻഡ് അത്ര ഇറിറ്റബിൾ ആണ്. മെന്റലി അയാൾ വളരെ സെൻസിറ്റീവ്, ഇറിറ്റബിൾ ആയതുകൊണ്ട് ഈ കൺവൾഷൻസ് നടക്കുന്നതിന്റെ ഇടയിൽ പോലും അയാൾ കോൺഷ്യസ് ആവും. പിന്നീട് വീണ്ടും കൺവൾഷൻസ് വരും, അഗൈൻ ഹി ബിക്കം കോൺഷ്യസ്, അഗൈൻ കൺവൾഷൻസ്. അങ്ങനെ ഒരു 2-3 ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് പേഷ്യന്റ് കൊളാപ്സിലേക്ക് പോവുക. അപ്പൊ ഇവിടെ റെസ്പിറേറ്ററിയിൽ തുടങ്ങി, റെസ്പിറേറ്ററി കാറ്ററാക്ട് ആസ്മ കഴിഞ്ഞു, അതിനുശേഷം ഒരു ടോക്സിമിക് സിംറ്റംസ് ലങ്സിൽ ഉണ്ടാക്കുന്നു. ആ സമയത്ത് ഓക്സിജൻ ലെവൽ കുറഞ്ഞ് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യാം. അതിനുശേഷം അത് കാർഡിയാക് സിസ്റ്റത്തിലേക്ക് വന്നിട്ട് അവിടെ ഒരു പെരിക്കാർഡൈറ്റിസ് ഫോം ചെയ്യുന്നു. അലോങ് വിത്ത് ദാറ്റ് സിവിയർ പെയിൻ ഇൻ ബിറ്റ്വീൻ ദ സ്കാപ്പുല. അതാണ് ആഴ്സനിക് വാൽവിന്റെ കാർഡിയാക് സിസ്റ്റത്തിൽ നമുക്ക് മേജർ ആയിട്ട് കിട്ടുക. തീർച്ചയായിട്ടും അവിടെ പാൽപിറ്റേഷൻ ഉണ്ടാവും, ഡിസ്നിയ, കാർഡിയക് ഡിസ്നിയ ഉണ്ടാവും. ഈ കാർഡിയക് ഡിസ്നിയയുടെ ഒക്കെ പ്രത്യേകത, ബ്രോങ്കൈൽ ആസ്മ, കാർഡിയക് ആസ്മ എന്നതിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ സാധാരണ ഇതിൽ ബ്രോങ്കൈൽ ആസ്മ എക്സ്പിറേറ്ററി ഡിസ്നിയയും കാർഡിയക് ആസ്മ ഇൻസ്പിറേറ്ററി ഡിസ്നിയാണ്. കാർഡിയക്, അപ്പൊ ഇവിടെ ആഴ്സനിക് വാൽവിന്
ഇൻസ്പിരേറ്ററി ടൈപ്പ് ഓഫ് ഡിസ്നെയാണ്. ശ്വാസം എടുക്കാൻ വളരെ ചെറിയ ശ്വാസം എടുക്കാൻ പറ്റത്തുള്ളൂ, ലോങ് ആയിട്ടുള്ള എക്സ്പിരേഷൻ ആണ് വരിക. അപ്പൊ അതും ആ മിഡ് നൈറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോ നൈറ്റിലെ അഗ്രവേഷൻ വരുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സുഷിഡിമയസിന്റെ പ്രത്യേകതയാണ്. മനുഷ്യ, നീ സോറയായി ജനിക്കുന്നു, സൈക്കോസിസ് ആയി വളരുന്നു, സിഫിലിസ് ആയി മരിക്കുന്നു. അപ്പോ ആ ഡെത്തിലേക്കുള്ള അയാളുടെ ആ ചുവടുവെപ്പുകൾ വളരെ ഭംഗിയായിട്ട് മെറ്റീരിയൽ മെഡിക്ക നമ്മളെ വരച്ച് കാണിക്കുന്നു. ഇതിനുശേഷം ഈ 3 സിസ്റ്റം കഴിഞ്ഞാല് ആഴ്സനിക് ആൽബിന് പിന്നീട് പ്രിഡോമിനന്റ് ആയിട്ട് ആക്ഷനുള്ള GI സിസ്റ്റത്തിലേക്ക് വരുമ്പോ ഈ GI സിസ്റ്റത്തിലും നമ്മൾ 3 തരത്തിലാണ് ആഴ്സനിക് ആൽബിന്റെ പത്തോഫിസിയോളജി മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരു സ്ലൈറ്റ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു മൈൽഡ് ഇൻഫെക്ഷൻ, ദെൻ നമ്പർ 2 ഒരു മോഡറേറ്റ് ഇൻഫെക്ഷൻ, ആൻഡ് നമ്പർ 3 ഏറ്റവും കൊളാപ്സിലേക്ക് പോകുന്ന 3rd സ്റ്റേജ്. അപ്പൊ ആ 3rd സ്റ്റേജ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പത്തോളജി അഡ്വാൻസ്ഡ് ആയിട്ട് കഴിയുമ്പോൾ ഈ 3 സ്റ്റേജിലൂടെയാണ് നമ്മൾ റെസ്പിറേറ്ററി പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ആഴ്സനിക് ആൽബിന്റെ പൊതു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ആർ ഇൻ എ സൂപ്പർ സ്പീഡ്, വെരി റാപ്പിഡ്, ഹൈലി ഇന്റൻസിഫൈഡ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ ഈ 3 ക്ലാസ് അല്ലെങ്കിൽ 3 സ്റ്റേജസ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ക്ലിനിക്കലി കിട്ടുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്, അതായത് 3rd സ്റ്റേജിലോ അല്ലെങ്കിൽ 2nd സ്റ്റേജിലൊക്കെയാണ് പേഷ്യന്റ് നമ്മൾ ഇത് വരിക. ഫസ്റ്റ് സ്റ്റേജിൽ അവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം, ആഴ്സനിക് ആൽബിന്റെ ഒരു GI എത്തിയോളജി എടുത്തു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റില് അതിന്റെ എത്തിയോളജി എന്ന് പറയുന്നത് ഡ്യൂ ടു ഐസ് വാട്ടർ ഇൻ ഹോട്ട് വെതർ, ഐസ്ക്രീം, watery fruits, alcoholic drinks, tobacco chewing, spoiled meat, rancid fat or spoiled fat, spoiled butter, stings of insects, ഇതൊക്കെ അതിന്റെ നാച്ചുറൽ കോസസ്. ഇത്തരം എക്സൈറ്റിംഗ് കോസസ് GI ട്രാക്റ്റിലുള്ള ഫൈബറിനെ ഇറിറ്റേറ്റ് ചെയ്ത് അവിടെ ഫസ്റ്റ് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വൊമിറ്റിംഗ് ആണ്. ആ വൊമിറ്റിങ്ങിനോട് കൂടി നമ്മൾ ചേർത്ത് നോക്കുമ്പോൾ അതിനോട് അസോസിയേറ്റ് ഉള്ള സിംറ്റം എന്ന് പറയുന്നത് ഡ്രൈ മൗത്ത് ആയിരിക്കും ആൻഡ് കോട്ടഡ് ടങ്. എ തിൻലി കോട്ടഡ് ടങ് വിത്ത് ഡ്രൈ മൗത്ത് ആൻഡ് തേഴ്സ്റ്റ്. ആഴ്സനിക് ആൽബിന്റെ ആ വളരെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു തേഴ്സ്റ്റ് ഫോർ വാം വാട്ടർ. പേഷ്യന്റ് വാണ്ട്സ് ഫ്രീക്വന്റ്ലി ബട്ട് ഇൻ എ വെരി സ്മോൾ ക്വാണ്ടിറ്റി. He needs sips of warm water. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്പൂൺ 2 സ്പൂൺ വെച്ച് അയാൾ കുടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്ന GI ട്രാക്റ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സിംറ്റം എന്ന് പറയുന്നത്. അപ്പോ ഈ വെള്ളം അധികം ചെന്ന് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് വൊമിറ്റഡ് ഔട്ട് ബിക്കോസ് stomach become hot. It's one of the trio burning remedy. ഇന്നലെ നമ്മൾ പറഞ്ഞു ആഴ്സനിക് ആൽബിന്റെ ബേണിംഗ് എന്ന് പറയുന്നത് അത് കേവലം ഒരു സെൻസേഷൻ അല്ല, അവിടെ ഇൻഫ്ലമേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പതോളജിക്കൽ പ്രോസസിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ബേണിംഗ് ആണ്. അപ്പോ ആ ഇൻഫ്ലമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം അകത്ത് ചെന്ന് കഴിയുമ്പോൾ അത് റിഗർജിറ്റേറ്റ് ചെയ്ത് വൊമിറ്റിംഗ് ആയിട്ട് വീണ്ടും തിരിച്ചു വരും. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ഈ ഒരു വൊമിറ്റിംഗ് ആണ്. Along with that vomiting, there will be dry mouth, coated tongue, and that peculiar thirst. ഈ എല്ലാ സമയത്തും ഇപ്പൊ റെസ്പിറേറ്ററിയിൽ പറഞ്ഞ 3 കണ്ടീഷൻസിലും 3 സ്റ്റേജിലും അല്ലെങ്കിൽ GIയിലെ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3 സ്റ്റേജിലും എല്ലാം ആഴ്സനിക് ആൽബം അതിന്റെ മുഖമുദ്രയായിട്ടുള്ള ആ ഒരു ബേണിംഗ് സെൻസേഷനും ദാറ്റ് ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ റെസ്റ്റ്ലെസ്നെസ്സും എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ചെറിയൊരു വൊമിറ്റിംഗ് വന്നാൽ പോലും പേഷ്യന്റ് ആകെ അങ്ങ് ഇതാവുന്നത്. ദ പ്രോസ്ട്രേഷൻ ഈസ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ടു ദ ഡിസീസ് കണ്ടീഷൻ നമ്മൾ പറയുന്നത് കൊണ്ടാണ്. അപ്പൊ ആ മെന്റൽ സിംറ്റംസ് ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഫിയർ,
wants that assurance, desire company, wants people around him. ഇതെല്ലാം ആഴ്സനിക് ആൽബിന്റെ എല്ലാ സിംറ്റത്തിന്റെയും കൂടെ ഉള്ള ജനറൽ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. അപ്പൊ ഈ വോമിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതാണ് മൈൽഡ് സ്റ്റേജ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു മോഡറേറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ ഈ ഫൈബറിന്റെ ഇറിറ്റേഷൻ ആദ്യം കഴിഞ്ഞു, ആ സ്റ്റേജ് കഴിഞ്ഞു. അടുത്ത കണ്ടീഷൻ വരുന്നത് എന്തുവാ? ഇൻഫ്ലമേഷൻ ഡെവലപ്പ് ചെയ്യും. ഇൻഫെക്ഷൻ ലീഡ്സ് ടു ഇൻഫ്ലമേഷൻ. അപ്പൊ GI ആയിട്ടുള്ള ആ ഫൈബേഴ്സിന്റെ ഇറിറ്റേഷൻ കഴിഞ്ഞത് ഇൻഫ്ലമേഷനിലേക്ക് വരുമ്പോ അവിടെ മ്യൂക്കോസ ഷെഡ് ഓഫ് ആയി തുടങ്ങും. അപ്പോ വോമിറ്റിങ്ങിനൊപ്പം തന്നെ ദ പേഷ്യന്റ് ഡെവലപ്പ് ഡയറിയ 2. അപ്പൊ ഇൻഫ്ലമേഷൻ വന്നു കഴിയുമ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജില് പേഷ്യന്റ് പാസസ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റൂൾ. എന്ത് ചെന്നാലും അതുടനെ തന്നെ പോവുക. ആ സ്കാൻറ്റിനെസ് ഈ സ്റ്റേജിലാണ് സ്കാൻറ്റിനെസ് ഉള്ളത്. അപ്പോ സ്പൂണിലേക്ക് ഒരു സ്പൂണിൽ കോരിയെടുക്കാവുന്ന മോഷനേ ഉള്ളൂ ആ സെക്കൻഡ് സ്റ്റേജില്. നമുക്കറിയാം ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ദ കാർഡിനൽ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സ്കാലർ, ഡോളർ, റൂബർ, ട്യൂമർ ആൻഡ് ലോസ് ഓഫ് ഫങ്ഷൻ. ഇങ്ങനെ 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് കാലർ എന്ന് പറയുന്ന ഹീറ്റ് ആണ്. അപ്പോ ഈ ഹീറ്റ് ഉണ്ടാകുമ്പോൾ ഇൻഫ്ലമേഷന്റെ പാർട്ടായിട്ട് വരുന്ന ആദ്യത്തെ ആ സിംറ്റത്തിൽ വരുമ്പോഴാണ് പേഷ്യന്റ് പറയുന്നത് വയറ് കൽക്കരിയിട്ട് കത്തിച്ചതുപോലെ. ആ ബേണിംഗ് സെൻസേഷൻ, ബേണിംഗ് പെയിൻ മറ്റു ഡ്രഗുകളെ പോലെയല്ല, വളരെ റാപ്പിഡ് ആയതുകൊണ്ടും വളരെ ഇന്റൻസിഫൈഡ് ആയതുകൊണ്ടും ആ ചെറിയ ബേണിംഗ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് പേഷ്യന്റിനെ സംബന്ധിച്ചോളം ആസ് ഇഫ് ഹോട്ട് കോൺസ് ഓഫ് ഫയർ. അതാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിംറ്റം. അപ്പൊ ഈ ഹീറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ആ ഡയറിയം വോമിറ്റിംഗ് ഒക്കെ വന്നു കഴിയുമ്പോൾ പേഷ്യന്റ് വിൽ ഡെവലപ്പ് ദാറ്റ് ഡീഹൈഡ്രേഷൻ. ആ ഡീഹൈഡ്രേഷനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹി നീഡ്സ് ഫ്രീക്വന്റ് സിപ്സ് ഓഫ് വാം വാട്ടർ, നോട്ട് ഹോട്ട് വാട്ടർ, വാം വാട്ടർ. അപ്പൊ ഇൻഫ്ലമേഷൻ ഉണ്ട്, മ്യൂക്കോസ ഇല്ല, അതുകൊണ്ട് തന്നെ അത് വൊമിറ്റഡ് ഔട്ട് ആവുന്നു. ഈ സെക്കൻഡ് സ്റ്റേജില് വൊമിറ്റിങ്ങിനോടൊപ്പം തന്നെ വൊമിറ്റിങ്ങിനേക്കാൾ ഉപരി ഡയറിയ ഡെവലപ്പ് ചെയ്യുന്നു. ഈ പെയിനും, ആ പെയിന്റെ പ്രത്യേകത ബേണിംഗ് പെയിൻ ആണ്. അവിടെ ടെനസ്മസ് ആണ്. പേഷ്യന്റ് വേദന കൊണ്ട് പൊളയുകയാണ്, ടെനസ്മസ്. ആ ക്യാച്ചിങ് പെയിൻ വന്നു കഴിയുമ്പോൾ, കാരണം GI ട്രാക്റ്റിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻസ് ഇങ്ങനെ ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് അതിങ്ങനെ അടർന്നു പോകുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന ആ ഒരു കൊളുത്തിപ്പിടുത്തം. ഇതിനെ തുടർന്ന് സ്കാലർ, ഡോളർ കഴിഞ്ഞ പിന്നെ വരുന്ന റൂബർ, റെഡ്നെസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഴ്സനിക് ആൽബിന്റെ ഇൻറ്റെസ്റ്റൈനിലുള്ള ഇറിറ്റേഷൻ കൊണ്ട് അവിടെയുള്ള കാപ്പിലറീസ് ബ്രേക്ക് ആവുകയും അതിനെ തുടർന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയും, ഇൻറ്റെസ്റ്റൈനൽ ബ്ലീഡിങ് ഉണ്ടാവുകയും, ആ ബ്ലഡ് ആദ്യമൊക്കെ പേഷ്യന്റ് പാസ് ചെയ്യുമ്പോൾ സ്ലൈമി സ്റ്റൂൾ ആയിരിക്കും. അത് ആ ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന മ്യൂക്കസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലഡേ ഉള്ളൂ. ബ്ലഡും സ്റ്റൂളും കൂടി കലർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ബ്ലാക്ക് കളറിലേക്ക് പോകുന്നു. അപ്പൊ തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായെന്ന് അർത്ഥം. അവിടെ പേഷ്യന്റിന് നോസിയും വോമിറ്റിങ്ങും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ വളരെ ഒഫൻസീവ് ആയിട്ടുള്ള ബ്ലാക്ക് സ്റ്റൂൾ ഡെവലപ്പ് ചെയ്യുന്നു. കാരണം ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഗാംഗ്രീൻ ആണ്. അപ്പൊ ആ ഗാംഗ്രീനിലേക്ക് എത്തിക്കഴിയുമ്പോൾ പേഷ്യന്റ് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ടോക്സിമിയയുടെ സിംറ്റംസ് എല്ലാം പേഷ്യന്റ് പ്രസന്റ് ചെയ്യുകയും അതിനെ തുടർന്ന് ഒരു കൊളാപ്സും ഡെത്തും ഉണ്ടാകുന്നു. അപ്പോ ഈ ഗാംഗ്രീനിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് പേഷ്യന്റ് സ്റ്റൂൾ ബിക്കം ഒരു ഗ്രീൻ യെല്ലോ ഫ്രോത്തി ആയിട്ടുള്ള ഗ്രീൻ യെല്ലോ ബിലിയസ് വോമിറ്റിംഗ് ആയിരുന്നു, ഗ്രീൻ യെല്ലോ ഫ്രോത്തി സ്റ്റൂൾ ആയിരുന്നു. അതെല്ലാം ബ്ലാക്ക് സ്കാൻറ്റി ഒഫൻസീവ് ആയിട്ടുള്ള സ്റ്റൂളിലേക്ക് പോകുന്നത് തേർഡ് സ്റ്റേജിലാണ്.
ഈ സമയത്തെല്ലാം തന്നെ ആ ബേണിംഗ് സെൻസേഷനും ബേണിംഗ് തേഴ്സ്റ്റും along with that intense agony and restlessness ആഴ്സനിക് ആൽബിൽ വളരെ മാർക്ക്ഡ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ പേഷ്യന്റിനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്ലി ഹീസ് കോൾഡ് ടു ടച്ച്. നമ്മൾ തൊട്ട് നോക്കിയ തണുത്ത് മരവിച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഉള്ളില് അതുണ്ടാക്കുന്ന ഇറിറ്റേഷൻ കൊണ്ട് പേഷ്യൻസ് ഫീൽ ഇന്റേണൽ ഹീറ്റ്. അപ്പൊ ഉള്ളില് ചൂടും പുറമെ തണുപ്പുള്ള ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് ആഴ്സാൽബിന്റെ പത്തോഫിസിയോളജി കുറച്ച് അഡ്വാൻസ് ചെയ്തതിനു ശേഷം വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ഇത്തരം ഒരു പത്തോഫിസിയോളജി നമുക്ക് കൊറോണയില് നമ്മൾ ചില കേസിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഒരു പൾമണറി കോസ് ആവാൻ ചിലപ്പോൾ കോസ് ഓഫ് ഡെത്ത് എന്ന് വരുന്നത്, അല്ലെങ്കിൽ ഒരു കാർഡിയക് അറസ്റ്റ് എന്ന് അവർ പറയുന്നത്, അല്ലെങ്കിൽ ഒരു റീനൽ കോംപ്ലിക്കേഷൻ വന്നുള്ള ഡെത്ത് ചില കേസസില് ഈ പറഞ്ഞ GI ട്രാക്റ്റിൽ ഉണ്ടാകുന്ന. ഇപ്പൊ ഈ രണ്ടാമതുണ്ടായ വേവില് ഡെൽറ്റ വൈറസിന്റെ വകഭേദത്തില് റെസ്പിറേറ്ററിയെക്കാളും ആഴ്സനിക് ആൽബിന്റെ ആക്ഷൻ കോവിഡിന്റെ സിംറ്റമെറ്റോളജിയിൽ ആദ്യം ഡെവലപ്പ് ചെയ്തത് ഈ വൊമിറ്റിങ്ങും ഡയറിയാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുമ്പോൾ ഫസ്റ്റ് വെറൈറ്റിയിലാണെങ്കിലും റെസ്പിറേറ്ററി ട്രാക്റ്റിൽ തുടങ്ങിയ കൊറോണയ്ക്കാണെങ്കിലും GI ട്രാക്റ്റിൽ തുടങ്ങിയ കൊറോണയ്ക്കാണെങ്കിലും ആഴ്സനിക് ആൽബിനെ കവച്ചു വെക്കുവാൻ മെറ്റീരിയൽ മെഡിക്കൽ മറ്റൊരു ഔഷധം ഇല്ല തന്നെ. ഇത്രയുമാണ് നമ്മൾ ആഴ്സനിക് ആൽബിനെ ഈ കോവിഡ് കാലത്ത് ഈ കൊറോണയുടെ ടോട്ടാലിറ്റിയുമായിട്ട് ഏറ്റവും മാച്ചായി പോകുന്ന ഒരു മെഡിസിൻ എന്നുള്ള രീതിയിൽ ഒരു ജീനസ് എപ്പിഡമിക്കസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടായ ഒരു കാരണം. തീർച്ചയായിട്ടും മറ്റ് ആഴ്സനിക് ആൽബിന് ഇഷ്ടംപോലെ മറ്റ് സിംറ്റംസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട 1-2 സിംറ്റംസ് എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ഫീവറിന് നമ്മൾ വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ആഴ്സനിക് ആൽബ്. ആഴ്സനിക് ആൽബിന്റെ പ്രത്യേകത ഒരു സെമി ലാറ്ററൽ ഹെഡേക്ക് ആയിരിക്കും. ഫീവർ ഏതും ആയിക്കോട്ടെ, ഇറ്റ് വിൽ ബി എ ഹെമിക്രേനിയ, ഒരു സെമി ലാറ്ററൽ. ജനറലി ആഴ്സനിക് ആൽബിന്റെ ആക്ഷൻ കൂടുതലും റൈറ്റ് സൈഡിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹരിഹരൻ ഡോക്ടർ പറഞ്ഞതുപോലെ ആഴ്സനിക് ആൽബം ഇറ്റ്സ് എ റൈറ്റ് സൈഡഡ് ചില്ലി സിഫിലിറ്റിക് മെഡിസിൻ. അപ്പോ ആ ഒരു ഇന്റർമീഡിയറ്റ് ഫീവറില് ഹെമിക്രേനിയ ഉണ്ടെങ്കിൽ മാത്രമല്ല, ലിവർ അഫെക്ഷൻ ആയിക്കോട്ടെ, ക്രോണിക് ലിവർ ഡിസീസിലൊക്കെ CLD-യിലൊക്കെ ആഴ്സനിക് ആൽബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഹെമിക്രേനിയ അസോസിയേറ്റ് ഓർ ഇറ്റ് ഓൾട്ടർനേറ്റ്. നമ്മൾ അർജന്റീന നൈട്രിക്കത്തില് ഹെമിക്രേനിയ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ധാരാളം മറ്റു മെഡിസിൻസ് ഉണ്ട്. അതിനേക്കാൾ ഉപരി ഈ മെന്റൽ പിക്ചറും ഫിസിക്കൽ ജനറൽസും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നത് ഈ ആഴ്സനിക് ആൽബത്തിലാണ്. സ്കിന്നിൽ അതിന്റെ ആക്ഷൻ എന്താണ്? നമ്മൾ സ്കിൻ കണ്ടീഷൻസിലൊക്കെ ആഴ്സനിക് ആൽബം നമുക്ക് വളരെയേറെ ഗുണകരമായ ഒരു മെഡിസിനാണ്. നേരത്തെ ഞാൻ ഈ പറഞ്ഞ GI ട്രാക്റ്റില് ഇന്നലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആഴ്സനിക് ആൽബം ഓക്കെ, പക്ഷെ അതിന്റെ പൊട്ടൻസി സെലക്ഷനിൽ നമ്മളിൽ പലർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. കാരണം ആഴ്സനിക് ആൽബം ഒരു ഡബിൾ എഡ്ജഡ് വെപ്പൺ ആണ്. ഹൈപ്പൊട്ടൻസി പതോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസസിൽ ഈ ഹൈപ്പൊട്ടൻസി എന്ന് പറയുന്നത് ആക്ച്വലി ഹോമിയോപ്പതിയിൽ തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ ലോ പൊട്ടൻസി, മീഡിയം പൊട്ടൻസി, ഹൈപ്പൊട്ടൻസി എന്നൊന്നും ഇല്ല. ഉള്ളി ഒരു പൊട്ടൻസിയേ ഉള്ളൂ, ആപ്റ്റ് പൊട്ടൻസി. ആ പേഷ്യന്റ് ആ സമയത്ത് ഏതാണോ വേണ്ടത് അതാണ്. ചില സമയത്ത് ആ പേഷ്യന്റിന് വണ്ണമാണ് വേണ്ടെങ്കിൽ ആ പേഷ്യന്റ് ആപ്റ്റ് പൊട്ടൻസി വണ്ണം. ഹൈ പൊട്ടൻസി പറഞ്ഞാൽ ബോംബാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയില്ല. പക്ഷേ പതോളജിയുടെ ഒപ്പമായിരിക്കണം. നമ്മുടെ പ്രിൻസിപ്പിൾ സിമിലിയ എന്ന് പറയുന്നത് the medicine should be similar to that of the totality. The potency should be similar to that of the susceptibility. And the dose, it should be similar to that of the strength of the disease. Acute ആയിട്ട് വേദന കൊണ്ട് പൊളയുന്ന രോഗിക്ക് ഒരു ഡോസ് ബെർഡോണ 30 കൊടുത്തിട്ട് മാറി നിന്ന് ചിത്രം കാണുന്നത് പോലെ നമ്മൾ നോക്കി വയ്ക്കാൻ പാടില്ല. അവിടെ ചിലപ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ വേണ്ടി വന്നേക്കാം. പെട്ടെന്നുള്ള റിപ്പീറ്റേഷൻ ഹനുമാൻ തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഹനുമാന്റെ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള സിംഗിൾ റെമഡി, സിമിലർ റെമഡി, മിനിമം ഡോസ് എന്നുള്ളതില്
സിംഗിൾ റെമഡിയിലെ സിംഗിൾ എന്നുള്ള വേർഡും മിനിമം ഡോസിലെ ഡോസ് എന്നുള്ള വേർഡും എടുത്ത് സിംഗിൾ ഡോസ് എന്നൊരു സംഭവം ഉണ്ടാക്കി. ആക്ച്വലി ഹോമിയോപ്പതി നെവർ അഡ്വൈസസ് സിംഗിൾ ഡോസ്. ഹോമിയോപ്പതി only advises minimum dose. If it can be a single one, it's very great. ഈ അക്കാഡമിക്കലി നമ്മൾ പറയുമ്പോൾ ഏറ്റവും മിനിമം ഡോസ് എന്ന് പറയുന്നത് ഏതാ? ഒരു ഡോസാണ് ഏറ്റവും മിനിമം ഡോസ് സിംബോളിക്കലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ അതെല്ലാം ഈ ഡോസും പൊട്ടൻസി അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഒക്കെ തുടങ്ങിയ കാര്യങ്ങള് നമ്മുടെ അനുഭവ സമ്പത്തിലൂടെ നമ്മൾ ആർജിക്കുന്നതാണ്. അതിനൊന്നും വളരെ വ്യക്തമായ വിഗതികളൊന്നും അല്ലെങ്കിൽ ഡയറക്ഷൻസ് ഒന്നും നമ്മൾ കിട്ടത്തില്ല. ധാരാളം വായിച്ച് അതിൽ നിന്ന് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന ഒരു സംഭവമാണ്. ഞാൻ പറയുന്നതിന് കാരണം ഇപ്പൊ ഈ GI ട്രാക്റ്റിലൊക്കെ ഇങ്ങനെ വളരെ അഡ്വാൻസ്ഡ് പതോളജിയുള്ള സമയത്ത് ആഴ്ചനേക്കാൾ വണ്ണം ഒരു ഡോസ് കൊടുത്താൽ അതിന്റെ ഹൈ പൊട്ടൻസി എന്ന് പറയപ്പെടുന്ന ആ കണ്ടീഷന് ആ സസെപ്റ്റബിലിറ്റി ആയിട്ട് മാച്ച് ചെയ്യാത്ത ഒരു പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേഷ്യന്റ് ഡെത്തിലേക്ക് പോകും. അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും. അപ്പൊ അവിടെ വളരെ ആവശ്യമായി കിടക്കുന്ന വൈറ്റൽ ഫോഴ്സിന് പതുക്കെ തട്ടി ഉണർത്തി കൊണ്ടുവരുന്നതിന് അതിന്റെ പത്തോളജി പോലെ തന്നെ ഞാനിത് പറയുന്നതിന് കാരണം ഈ GI ട്രാക്റ്റിലൊക്കെ ഞങ്ങളുടെ പ്രിയങ്കരനായിരുന്ന പടിയാർ സാറ് അഡ്വൈസ് ചെയ്യുന്ന പൊട്ടൻസി എന്ന് പറയുന്നത് 6x ആണ്. 6x വളരെ സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് 6x. അതിനുശേഷം പേഷ്യന്റ് ബെറ്റർ ആയി വരുന്നതനുസരിച്ച് 30 അല്ലെങ്കിൽ അതൊക്കെ മതിയാവും. 200 എബോ ഒക്കെ മെന്റൽ ജനറൽസ് കൂടുതലുള്ളപ്പോഴാണ് നമ്മൾ 200 വണ്ണം ആ പൊട്ടൻസിയിലോട്ടൊക്കെ കൂടുതലും തിരിയുക. അപ്പൊ സ്കിന്നില് ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇൻഡ്യൂറേഷൻ ആൻഡ് ഹാർഡ്നെസ് വിത്ത് തിക്കനിങ് ഓഫ് സ്കിൻ. അതാണ് അതിന്റെ പത്തോളജി സ്കിന്നിൽ വരുന്നത്. ആഴ്സനിക് ആൽബിന്റെ ഇൻഡ്യൂറേഷൻ ആൻഡ് തിക്കനിങ് വിത്ത് ഹാർഡ്നെസ്. ഈ നെക്രോട്ടിക് ഫിനോമിന ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന്റെ എപ്പിഡേമൽ ലെയറിലുണ്ടാകുന്ന സ്റ്റാസിസ് കൊണ്ട് നമ്മൾ ട്യൂബർക്കുലിനത്തിലൊക്കെ വായിക്കുന്നത് പോലെ വൈറ്റ് ബ്രാൻഡൈസ് സ്കെയിൽസ് നമ്മൾ അവിടെ വായിക്കുക. ട്യൂബർക്കുലിനം വൈറ്റ് ബ്രാൻഡൈസ് സ്കെയിൽസ് ഫീൽസ് ഫ്രം ദി സ്കാൽപ്പ് വെൻ ഇച്ചിങ്. ഇവിടെ ആഴ്സനിക് ആൽബത്തിന് ഈ വൈറ്റ് കളേർഡ് അല്ല, പകരം ആഷ് കളേർഡ് ആണ്. അവിടെ ഓക്സിജനേഷൻ ഇല്ല. ഓക്സിജന്റെ പോരായ്മ കൊണ്ടുവരുന്ന ഡിസ്കളറേഷൻ ആണത്. ആഷ് കളേർഡ് സ്കിൻ ബിക്കം ആഷ് പെയിൽ സങ്കടം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സോറിയാസിസ്, എപ്പിത്തീലിയോമ, ഈവൻ ട്യൂബർക്കുലോസിസ് ഓഫ് ദ സ്കിൻ, ഡയബറ്റിക് അൾസർ. ഡയബറ്റിക് അൾസറിനെ കുറിച്ച് പറയുമ്പോഴും ആഴ്സാൽബിന്റെ ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടത് അത് ഒരു കാലി ബൈക്ക് പോലെയോ നൈട്രിക് ആസിഡ് പോലെയോ ഒരു ഡീപ്പ് അൾസർ അല്ല ആഴ്സനിക് ആൽബില് നമുക്ക് കാണുവാൻ സാധിക്കുക. ഒരു സൂപ്പർഫിഷ്യൽ അൾസർ ആണ്. കാരണം ഡെത്തിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പത്തോളജി അഡ്വാൻസ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ആ സ്ലഫിങ്ങും പ്യൂട്രിഫാക്ഷനും ഒക്കെ ഉണ്ടായി അധികം ഡീപ്പ് അല്ലാത്ത ടൈപ്പ് അൾസേഴ്സിലാണ് ആഴ്സനിക് ആൽബ് നല്ല ഒന്നാന്തരമായിട്ട് നമ്മളെ കോരിത്തരിപ്പിക്കുന്നത്. കൺവെൻഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആഴ്സനിക് ആൽബിന്റെ ആ മെന്റൽ റെസ്റ്റ്ലെസ്നെസ് കൊണ്ട് തന്നെ, മെന്റലി ഉള്ള ആ സെൻസിറ്റിവിറ്റി കൊണ്ട് തന്നെ ഈവൻ കൺവെൻഷൻസ് വന്നാൽ പോലും പേഷ്യന്റ് ഗെയിൻസ് കോൺഷ്യസ് ഇൻ ബിറ്റ്വീൻ. അവിടെ നിൽക്കും, അയാളെ ഞെട്ടിണിക്കും, ചുറ്റിനും നോക്കും, എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് തന്നെ വീണ്ടും അയാളെ കൺവെൻഷൻസിലേക്ക് പോകുന്ന ആ ഒരു പെക്യൂലിയർ ടൈപ്പ്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ജനറൽ പിക്ചർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജനറൽ പ്രസന്റേഷൻ എന്നുള്ള രീതിയിൽ ആഴ്സനിക് ആൽബിനെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ അതിന്റെ ഇന്നലെ മോഡ് നമ്മൾ പറഞ്ഞതിന്റെ ഒരു രത്നചുരുക്കം പറയുകയാണെങ്കിൽ, ആഴ്സനിക് ആൽബിന്റെ ഈ ക്ലോട്ട് ഫോർമേഷനുള്ള ടെൻഡൻസിയാണ് അതിന്റെ പത്തോളജിയുടെ ബേസിസ്. നെർവ് ഫൈബേഴ്സിലുള്ള എല്ലാ സിസ്റ്റത്തിലും ഉള്ള നെർവ് ഫൈബേഴ്സിൽ ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻ, ആ സൂപ്പർ സ്പീഡ് ആയിട്ടുള്ള ഇറിറ്റേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും അതിന് തൊട്ടുപുറകെ ഉണ്ടാകുന്ന ഗാംഗ്രീനസ് ചേഞ്ചസുമാണ് ഇത്ര പെട്ടെന്ന് ഒരു രോഗിയെ ഡെത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് ആ ഒരു മോർട്ടാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം അയാളുടെ മെന്റൽ സിംറ്റംസും
ഈ കോവിഡ് കാലത്ത് രോഗികളുണ്ടാകുന്ന ആ ഒരു മെന്റൽ സിംറ്റംസും എല്ലാം തമ്മിലുള്ള ആ ഒരു ചേർച്ച വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സർ. ഡോക്ടർ സനേഷ്. വളരെ അപ്പോ ഇത്രയും നേരം നിങ്ങളെല്ലാവരും ഇത് കേട്ടിരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതിൽ തീർച്ചയായിട്ടും ധാരാളം വീഴ്ചകളുണ്ടാവാം, പോരായ്മകളുണ്ടാവാം. അതെല്ലാം വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അറിവുകൾ എന്നും പങ്കുവയ്ക്കാനുള്ളതാണ്. നൽകുന്തോറും ഏറിടും വിദ്യ എന്നാണ് എൻ്റെ പ്രമാണം. അപ്പോ നമ്മൾ അത് കഴിയാവുന്നത്ര നമ്മളെല്ലാവരും ഹോമിയോപ്പതി എന്നുള്ള ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഹോമിയോപ്പതിയാണ് നമ്മുടെ മതം. ഈ മതം വളരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ തന്നെ ഒരു അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ നമ്മൾ ഹോമിയോപ്പതി കാണിക്കുന്ന ഈ ഒരു യൂണിറ്റി എല്ലാ കാലവും ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ വേദി ഒരുക്കി തന്ന IFHIയുടെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയൊരു വിവരണം അവസാനിപ്പിക്കും. ചെറിയ ഒരു വിവരണമല്ല, ഇതൊരു ഗംഭീരമായ വിവരണം തന്നെയാണ്. കാരണം ഇത് ആഴ്സനിക് ആൽബം എന്ന് പറയുമ്പോൾ പലരും നമ്മൾ സാധാരണഗതി എന്തുകൊണ്ട് ആഴ്സനിക് ആൽബം, വേറെ മെഡിസിൻ ഒത്തിരി ഉണ്ടല്ലോ എന്ന് പല വേദികളിലും ആൾക്കാർ ചർച്ച ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത്രയും ഡീപ്പായിട്ടുള്ള, ഇത്രയും ഗാഢമായിട്ടുള്ള സിംറ്റംസ് എല്ലാം നിരത്തിൽ കിടക്കുമ്പോൾ എങ്ങനെ നമ്മൾ മറ്റൊരു മെഡിസിനെ കുറിച്ച് ചിന്തിക്കും? അപ്പൊ അത്രയ്ക്ക് സുരക്ഷിതമായിരുന്നു നമ്മുടെ ഈ മെഡിസിന്റെ സെലക്ഷൻ എന്നത് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. കാരണം അവരന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ പല കമന്റുകളും പല കോർണറുകളിലും ഒന്ന് കേൾക്കേണ്ടായി. ഇവരേതാണ്ട് വളരെ വേഗത്തിൽ ഇങ്ങനെ ഒരു മെഡിസിൻ പബ്ലിഷ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെഡിസിൻ ആവശ്യമുണ്ടായിരുന്നു, അതല്ലെങ്കിൽ വേറെ പല മെഡിസിനും അതിന്റെ പേരിൽ തന്നെ നമ്മളോട് പിണങ്ങി നിൽക്കുന്ന പല ആൾക്കാരുമുണ്ട്. ഈ ഒരു ആഴ്സനിക് ആൽബിനെ മാത്രമാണ് ഈ വേദിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് മറ്റു പലതും പ്രൊമോട്ട് ചെയ്യുന്നില്ല? നമുക്ക് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ പേരിൽ, പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ ഹോമിയോപ്പതിക്കാരെന്നുള്ള രീതിയിൽ ഈ ആഴ്സനിക് ആൽബ് സാറ് ഇവിടെ പ്രകാശ് ഡോക്ടർ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇനി ഒരു കാരണവശാലും നമുക്ക് വേറൊരു മരുന്നിനെ കുറിച്ച് ഈ രോഗത്തിന് ചിന്തിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഏതെല്ലാം സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞു. അത് മാത്രമല്ല, നമ്മൾ പലരും ശ്രദ്ധിക്കപ്പെടാവുന്ന പോയ പല കാര്യങ്ങളും ഇവിടെ എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടും നമുക്ക് ഈ ഇതിന്റെ ഒരു തുടർ ചർച്ചയുണ്ട്. അപ്പൊ സാറ് തുടങ്ങി വെച്ച ഈ ആഴ്സനിക് ആൽബിനെ കുറിച്ചുള്ള ഈ ഒരു അവതരണം എല്ലാവരുടെ മനസ്സിൽ അത് എന്തുകൊണ്ടെന്നുള്ളതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി അതിനോട് ചേർക്കാനോ അതിലെന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനോ ഒക്കെ ആയിട്ട് ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മനോജ് ഡോക്ടറിൽ നിന്ന് തുടങ്ങാം, അത് കഴിഞ്ഞ് ഭദ്രൻ സാറിലോട്ട് പോവാം, പിന്നെ ഹരിഹരൻ ഡോക്ടറിലോട്ട് പോവാം. നന്ദി സനേഷ് ഡോക്ടർ. എന്തായാലും വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഇപ്പം നമുക്കറിയാം ആഴ്സനിക് ആൽബത്തെ എതിർത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരാൾ അവസാനം കോവിഡ് പിടിച്ച് മരിച്ചത് നമുക്കറിയാം. പേര് പറഞ്ഞ മഹത്വമുള്ള ഡോക്ടർ സംശയമൊന്നുമില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. എന്തുകൊണ്ടാണ് ഹനുമാൻ പറഞ്ഞതെന്നുള്ള ഡോക്ടർ വളരെ നന്നായിട്ട് തന്നെ പറയുകയുണ്ടായി. ഇത്രയധികം സിംറ്റംസ് ഉണ്ടാക്കാൻ കഴിയുള്ള വേറെ മെഡിസിൻ ഇല്ല. ഈ പറഞ്ഞ പോലെ കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ എന്ന് പറഞ്ഞ ആഴ്സനിക് ആൽബത്തെ കൂടി പറഞ്ഞ് കേട്ടാൽ മതിവരാ അത്രയ്ക്കുണ്ട് ഡോക്ടർ. വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്ത് ഒന്നിന്റെ കാര്യങ്ങൾ പറയാനുള്ളത് ഈ സിംഗിൾ ഡോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സോൾ 54 പറയുന്നുണ്ട്. അക്യൂട്ട് ഡിസീസ് ഫസ്റ്റ് ഡോസ് ഇറ്റ്സെൽഫ് എന്നൊരു വാക്ക് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതോടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ്സ് ഓൾവേസ് കണ്ടീഷണൽ. ഹോമിയോപ്പതി ഈസ് ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് കണ്ടീഷൻ. ഹെൽത്ത് ഈസ് എ കണ്ടീഷൻ, ഡിസീസ് ഈസ് എ കണ്ടീഷൻ, എവറിത്തിങ് ഈസ് കണ്ടീഷണൽ. നമ്മുടെ ജീവിതം പോലും കണ്ടീഷൻ ആണല്ലോ. ആ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും മറക്കരുതെന്ന് പറയാറുണ്ട്. പിന്നെ വേറൊരു സംശയമുള്ള വെച്ചാൽ പതോളജി ആയിട്ട് കണക്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ നെഗറ്റീവ് ജനറൽസ് എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ബേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത് പറഞ്ഞാൽ ഡോക്ടറെ? നെഗറ്റീവ് ജനറൽസ് എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് എക്സ്പെക്ടഡ് സിംറ്റംസ്, ഇത് ഈ നെഗറ്റീവ് ജനറൽസ് ഉരുത്തിരിയുന്നത് തന്നെ
പാർഷ്യലി സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ നമ്മളെ അഫോഴ്സില് ഓർമ്മയുണ്ട്, അഫോഴ്സം 181 അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ വൺ സൈഡഡ് റെമഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വൺ സൈഡഡ് ഡിസീസ് ഈ വൺ സൈഡഡ് ഡിസീസില് പേഷ്യന്റിന്റെ സിംറ്റമറ്റോളജി ഒരു ഐസ്ബർഗ് പോലെയാണ്. അവിടെ 1 or 2 പ്രോമിനന്റ് സിംറ്റംസ് മാത്രമേ അവിടെ മുന്നിട്ട് നിൽക്കത്തുള്ളൂ, ബാക്കിയെല്ലാം ഐസ്ബർഗിന് താഴെയാണ്. അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പേഷ്യന്റ് പ്രസന്റ് ചെയ്യാത്ത, maybe it may be due to the intensity of that principal symptom. That principal symptom will obscure all others. അപ്പൊ ഇങ്ങനെ ഒബ്സ്ക്യൂർ ആയിട്ട് കിടക്കുന്ന ഈ സിംറ്റംസിനെ ആയിരിക്കും പലപ്പോഴും നമ്മൾ നെഗറ്റീവ് ജനറൽസ് എന്ന കൺസെപ്റ്റില് കാണുക. അപ്പോ ഈ ചില കേസസില്, ഇപ്പോ ആഴ്സനിക് ആൽബിന്റെ തന്നെ ചില കേസസില് ഈ വാംത്ത് അമിലറേഷൻ ആണെങ്കിലും അവിടെ കോഡ് ആപ്ലിക്കേഷൻ റിലീഫ് തരുന്ന 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നിപ്പോ ഹെഡേക്കിലും ജനറലി ആഴ്സനിക് ആൽബ് ഒരു ഹീറ്റ് അമിലറേഷൻ ആണെങ്കിൽ ഹെഡേക്കിൽ അത് അഗ്രവേഷൻ ആണ്. റെക്ടൽ സിംറ്റംസ്, ഈ റെക്ടൽ സിംറ്റത്തിലും നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ആഴ്സനിക് ആൽബ് ഉണ്ടാക്കുന്ന ആ ഇറിറ്റേഷൻ, ആ ഇൻഫ്ലമേഷൻ കൊണ്ട് അവിടെയൊക്കെ സ്കിന്ന് പീൽ ഓഫ് ആയി പോയിട്ട് രക്തത്തിൽ പേഷ്യന്റ് എപ്പോഴും ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഉള്ള കേസാന്ന് വിചാരിക്കുക. അവിടെയും ആഴ്സനിക് ആൽബിന് കോഡ് ആപ്ലിക്കേഷൻ റിലീഫാണ്. ഈ 2 കണ്ടീഷൻസ് ഒരു നെഗറ്റീവ് ജനറൽസ് പോലെ നമുക്ക്, കാരണം ഇതും പേഷ്യന്റ് ജനറൽ സിംറ്റംസ് തന്നെയാണ്. സ്റ്റൂൾ എന്ന് പറയുന്നത് അപ്പിറ്റൈറ്റ്, ഡിസൈർ അവേർഷൻ, എലിമിനേഷൻ പ്രോസസ്സിലൊക്കെ ഉള്ളത് ജനറൽ സിംറ്റംസ് തന്നെയാണ്. ഒരു സ്റ്റൂൾ അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്ന അയാളുടെ ഒരു ജനറൽ ഫിസിക്കൽ ജനറലിൽപ്പെട്ട ഒരു സിംറ്റമാണ്. അവിടെ നമുക്ക് ഈ വാംത്ത് എന്നുള്ള അമിലറേഷൻ എന്നുള്ള ആ ഒരു പിക്ചറും കൊണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിരാശപ്പെടും. കാരണം അവിടെ കോൾഡ്, അങ്ങനെ ചില സിംറ്റംസില് നമുക്ക് ഈ ഒരു വൈരുദ്ധ്യാത്മകത കാണുവാൻ സാധിക്കും. മാത്രമല്ല വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അതായത് എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി മെറ്റീരിയൽ മെഡിക്കൽ 200 വർഷം കഴിഞ്ഞ് ഉപയോഗിക്കാൻ കഴിഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കുക. അതായത് ഫിനോമിനോളജി ബേസ്ഡ് ഉള്ളത് മാത്രമാണ് ഈ ഹോമിയോപ്പതി മെറ്റീരിയൽ മെഡിക്കൽ ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഒരു പതോളജിക്ക് ഒരു അല്പം കൂടെ പ്രാധാന്യം കൊടുത്തു വരികയാണെങ്കിൽ നാളെ ഈ പതോളജി ഇതല്ലാന്ന് പഠിക്കുന്നത് മനസ്സിലാവുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതും നമ്മളുടെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തൂല്ലേ എന്ന് സംശയം എനിക്കുണ്ട്. ഇവിടെ ഡോക്ടർക്ക് മനസ്സിലായി കാണും ഉദ്ദേശിക്കുന്നു. പതോളജീസ് നമ്മളുള്ള കൊളസ്ട്രോൾ തിയറി, അത് തിയറി മാറി വരികയാണ്, പുതിയ തിയറി വരും. അപ്പൊ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞെന്ന് പറയേണ്ടി വരും. അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മൾ വലിയ രീതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കാതെ എന്നാൽ മനസ്സിലാക്കേണ്ടതിൽ പറഞ്ഞു പോകുന്നതായിരിക്കും ഹോമിയോപ്പതിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നമ്മുടെ മെറ്റീരിയൽ മെഡിക്ക കൂടുതലും പതോളജിക്കൽ അല്ലാതെ തന്നെയാണ് മെറ്റീരിയൽ മെഡിക്ക എഴുതിയിരിക്കുന്നത്. പിന്നെ അതിനകത്ത് പതോളജിയുടെ ഭാഗം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇന്ന രോഗമെന്ന് എടുത്ത് പറയാതെ അങ്ങനെയാണ് നമ്മൾ ഓരോ ഭാഗം കാണുന്നത്. അപ്പൊ അത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ഭാവിയിൽ എന്തൊക്കെയോ സംഭവിച്ചാലും ഈ നമ്മുടെ മെറ്റീരിയൽ മെഡിക്കയ്ക്ക് ഒരു മാറ്റം വരില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് അത് എഴുതിയിരുന്നത്. പ്രകാശ് ഡോക്ടർ എന്ത് പറയുന്നു അതിനെ കുറിച്ച്? തീർച്ചയായിട്ടും സാർ, നമ്മുടെ മെറ്റീരിയൽ മെഡിക്കയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽ മെഡിക്കയിലേക്ക് ഒരു ഡ്രഗ് എൻ്റർ ചെയ്യുമ്പോൾ അത് ലേമൻസിന്റെ ലാംഗ്വേജിലായിരിക്കണം എന്ന് ഹനുമാൻ നിഷ്കർഷ ഉണ്ടായിരുന്നു. കാരണം അവിടെ കോംപ്ലിക്കേറ്റഡ് മെഡിക്കൽ ടേംസ് പാടില്ല, പത്തോളജിക്കൽ ടേംസ് പാടില്ല. അവിടെ പേഷ്യന്റിന് എന്താണോ ഫീൽ ചെയ്യുന്നത് അയാളുടെ സെൻസേഷൻ, ആ സെൻസേഷൻസ് പേഷ്യന്റിന്റെ അതേ ഭാഷയിൽ യൂസ് ചെയ്യണമെന്ന് ഹനുമാൻ പറഞ്ഞതിന്റെ പ്രധാന കാരണം, നമുക്കറിയാം ഇന്ന് കാണുന്ന പത്തോളജി അല്ല നാളെ കാണുന്നത്. സയൻസ് മാറ്റങ്ങളുടെ ഒരു അനുസൃത പ്രവാഹമാണ്. പക്ഷെ മാറ്റങ്ങളില്ലാത്തത് മനുഷ്യ മനസ്സിനും മനുഷ്യന്റെ ശരീരത്തിലുണ്ടാക്കുന്ന ആ ഔഷധം ഉണ്ടാക്കുന്ന ആ ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത് ഇത് സത്യത്തിന് മാറ്റമില്ല. അപ്പൊ ആ ചേഞ്ചസ് ഓരോ വ്യക്തികളുടെയും അവരുടെ ശാരീരികവും മാനസികമായ നില അനുസരിച്ച് ഡ്രഗ് പ്രൂവിംഗ് ഒക്കെ നമുക്ക് അതിന് അടിവരയിട്ട് പറയാവുന്നതാണ്. പ്രൂവിംഗ്, റീപ്രൂവിംഗ് ആൻഡ് ക്ലിനിക്കൽ കൺഫർമേഷൻ, ഈ 3 സ്റ്റേജുകളിൽ കഴിഞ്ഞിട്ടാണ് ഒരു ഡ്രഗ് മെറ്റീരിയൽ മെഡിക്കലിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിൽ പ്രൂവ് ചെയ്ത് അവരറിയാതെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് അത് റീപ്രൂവ് ചെയ്ത്
അതിനുശേഷം അതേ സിംറ്റമറ്റോളജി ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിൽ അത് അപ്ലൈ ചെയ്ത് ക്ലിനിക്കലി കൺഫേം ചെയ്തതിന് ഈ 3 കടമ്പകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മളൊരു മെറ്റീരിയ മെഡിക്കയിലേക്ക് എൻട്രി ആവുന്നത്. അല്ലാതെ നമ്മൾ പലപ്പോഴും പഠിക്കുന്ന കാലത്തേക്ക് വിചാരിച്ചിട്ടുണ്ടാവും ഇത്തരം സിംറ്റംസ് ഒക്കെ ഇതൊക്കെ വല്ല പേഷ്യന്റ് വല്ലതും പറയുന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ അതിശയപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോ ഇതൊക്കെ ഇന്ന് കാണുമ്പോൾ അതാണ് ഹനുമാനെ മുന്നേ പറന്ന പക്ഷി എന്ന് പറയുന്നത്. കാരണം ഒരു കാലഘട്ടം സങ്കല്പിക്കുന്നതിനൊക്കെ അതിനുപരിയായിട്ട് അദ്ദേഹം എഴുതി വെച്ച മെറ്റീരിയ മെഡിക്ക എന്നുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു മാസ്റ്റർ പീസ്, അതിന് ധാരാളം വേർഷൻസ് ഒത്തിരി ഓതേഴ്സിന്റെ ഉണ്ടായി. എങ്കിലും അതിന്റെ ആ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന മെറ്റീരിയ മെഡിക്ക പ്യുറ നമുക്ക് എന്നും ഒരു അതിശയം തന്നെയാണ്. തീർച്ചയായും സാർ. നമുക്ക് ഭദ്രൻ ഡോക്ടറിലോട്ട് പോവാം. നമസ്തേ ഡോക്ടർ സനേഷ്. എനിക്ക് ഇത്തരത്തിൽ ഈ പുസ്തകത്തിലൊരു അഭിപ്രായം പറയാനുള്ള അവസരം തന്നേനെ. ഡോക്ടർ പ്രകാശ് വളരെ നല്ല രൂപത്തിൽ 2 ദിവസം കൊണ്ട് ആഴ്സനിക്കിന്റെ വിവിധ വശങ്ങളും വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു. വളരെ നല്ലൊരു ഡിഫറൻഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ പ്രയോജനപ്പെടുന്ന എല്ലാവർക്കും, ജൂനിയേഴ്സിനും സീനിയേഴ്സിനും എല്ലാം. അത് അദ്ദേഹത്തിന്റെ സ്ഥാപനം അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഇത്തരത്തിലുള്ള ഒരു നല്ല കാഴ്ചപ്പാടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ 1984 അവിടെ എക്സാമിനായിട്ട് വരുന്നത്. അപ്പോൾ എ കുര്യാക്കോസ് ഡോക്ടറൊക്കെ ആയിരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർഗനോൺ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ രസമായിരുന്നു. ഞാൻ വളരെ കേട്ടിരിക്കുകയുണ്ടായി നന്നായിട്ട് ഞാൻ. അപ്പോൾ എനിക്ക് അവിടുത്തെ അധ്യാപന രീതിയും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ ക്ലാസ്സിൽ പ്രതിപാദിച്ച വിഷയങ്ങൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അത് വളരെ കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള രൂപത്തിലാണ് എടുത്തിട്ടുള്ളതെന്നുള്ള വളരെ കൂടുതൽ പേർക്കും നല്ല പ്രയോജനം കിട്ടും. എന്തുകൊണ്ടാണ് ആഴ്സനിക്ക് സെലക്ട് ചെയ്തത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ അത് വളരെ നന്നായിരുന്നു. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ പ്രകാശിന് അഭിനന്ദനങ്ങൾ. അടുത്ത നമുക്ക് നമ്മുടെ തന്നെ ഹരിഹരൻ ഡോക്ടറിലോട്ട് പോവാം. ഹലോ ഡോക്ടർ, കേൾക്കാമല്ലോ അല്ലേ? ആ ഡോക്ടർ, ഞാൻ ആദ്യമായിട്ട് ഡോക്ടറെ അഭിനന്ദിക്കുകയാണ് കേട്ടോ. യു ഹാവ് ടേക്കൺ എ വണ്ടർഫുൾ. ഹലോ, അറിയാതായിപ്പോഴാണ് സാറേ. ഹലോ. ഞാൻ ഡോക്ടറെ ഇപ്പൊ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. എന്താന്ന് വെച്ചാല് ഡോക്ടർ വളരെ ഡീപ്പസ്റ്റ് ആയിട്ട് ആഴ്സനിക് ആൽബത്തിലേക്ക് പോയിരിക്കുന്നു. വളരെ ഡീപ്പസ്റ്റ് ആയിട്ട്. അതിനകത്ത് ചില മൈന്യൂട്ടസ്റ്റ് പോയിന്റ് വരെ ഡോക്ടർ അത് ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും വലിയ അഭിനന്ദനം അറിയിക്കുന്നത്. അതിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എനിക്ക് വണ്ടർഫുൾ ആയിട്ട് ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുക. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് പൊട്ടൻസി. ആഴ്സനിക്കത്തിന്റെ സെലക്ഷൻ ഓഫ് പൊട്ടൻസി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ആസ്മയ്ക്കൊക്കെ ഉണ്ടല്ലോ, ആസ്മയ്ക്കൊക്കെ അത് ഒരു 30 പൊട്ടൻസി ഒരു ഡോസ് അല്ലാതെ 2 ഡോസ് കൊടുത്തു പോയി കഴിഞ്ഞാൽ അത് വഷളാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വൈറ്റൽ ഫോഴ്സ് വളരെ ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് ഹയർ പൊട്ടൻസി വിൽ ഡു വെരി ഗ്രേറ്റ് ഡേഞ്ചർ. വെരി ആഴ്സനിക്കത്തിനകത്ത് തന്നെ യൂത്തനേഷ്യക്ക് പറയുന്ന ഒരു യൂത്തനേഷ്യ ഉള്ള ഒരു മെഡിസിൻ ആണെന്ന് ആഴ്സനിക് ആൽബിൽ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എൻ്റെ ബ്രദർ, എൻ്റെ എൽഡസ്റ്റ് ബ്രദർ, ഞാനൊരു കേസ് പറയാം. ആഴ്സനിക് ആൽബ് നിങ്ങൾക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് ക്യൂർ ചെയ്തൊരു കേസ്. എൻ്റെ ബ്രദർ എൽഡസ്റ്റ് ബ്രദറിന് ഡയറിയ ഉണ്ടായി. ഡയറിയ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ മരുന്ന് ആദ്യം വേറെ എന്തോ മെർസോളോ അങ്ങനെ ഉള്ള എന്തോ മെഡിസിനാ കൊടുത്തത്. നെക്സ്റ്റ് ഡേ ആയിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഭയങ്കരമായ സ്മെല്ലാ, ഒഫൻസീവ് സ്മെൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻക്വയറി ചെയ്തു ഇതിന്റെ കളർ ഓഫ് സ്റ്റൂൾ എങ്ങനെയാണെന്ന്. അപ്പോൾ പറഞ്ഞു അത് ബ്ലാക്കിഷ് കളറാന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ബ്ലാക്കിഷ് കളറ്, ഒഫൻസീവ് സ്റ്റൂള്, പിന്നെ വെച്ചോണ്ട് ഞാൻ പിന്നെ തേഴ്സ്റ്റ് ഇത് വെച്ചോണ്ട് മെഡിസിൻ ആഴ്സനിക് ആൽബ് 200
ഒരു മിനിമം ഡോസ് കൊടുത്തു. മിനിമം ഡോസ് ഞാൻ സാധാരണയായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡ്രോപ്പ് ഒരു 4 സ്പൂൺ വെള്ളത്തിൽ ഇറ്റിച്ചിട്ട് അതിൽ നിന്ന് 1 സ്പൂൺ കൊടുത്തു. വയ്യാറായപ്പോൾ ഡയറിയ സ്റ്റോപ്പ് ചെയ്തു, ഡയറിയ നിന്നുപോയി. പക്ഷെ എന്താ സംഭവം എന്നറിയാമോ? അതാണ് ഈ പത്തോളജിയുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇൻഡസ്റ്റൈനകത്ത് ഒരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ഒരു ബ്ലീഡിങ് പോയിന്റ്. ആ ബ്ലീഡിങ് പോയിന്റ് വന്നിട്ട് അതിൽ നിന്ന് ബ്ലഡ് ഊസ് ചെയ്തിട്ടാണ് ഈ ബ്ലാക്കിഷ് കളർ വന്നിരിക്കുന്നത്, ബ്ലാക്കിഷ് കളർ വന്നത്. അത് ആ ബ്ലഡ് ഡീകമ്പോസ് ചെയ്തതാണ് ആ സ്മെല്ല് വരാൻ കാര്യം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഓൾ ദ സിംറ്റംസ് റിഗാർഡിങ് കംപ്ലീറ്റ് മെഡിസിൻ ഈസ് റിലേറ്റഡ് വിത്ത് പത്തോളജി. പക്ഷെ വി ഡോണ്ട് നോ what is that with pathology. We are seeing only the symptoms, but every symptom has got its own pathology. ഇത് ഈ ഡോക്ടർ മുമ്പേ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് ഈ ബേണിംഗ് സെൻസേഷൻ ഇൻ അബ്ഡോമൻ പിന്നെ ഈ ബ്ലാക്കിഷ് സ്റ്റൂളും വരുന്ന ഒരു വലിയ കണ്ടീഷനാണ് ഈ എൻട്രിക് ഫീവറിന്. അത് ഈ ആഴ്സനിക് ആൽബ് ഈസി ആയിട്ട് സേവ് ചെയ്യും. ഇതെല്ലാം ഈ ആഴ്സനിക് ആൽബം ഡോക്ടർ ആദ്യം തൊട്ട് അവസാനം പറഞ്ഞത് മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു പോയിന്റ് പോലും ഡോക്ടർ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവസാനം ഡോക്ടർ പറഞ്ഞ പക്ഷേ ഈ ആഴ്സനിക് ആൽബിന്റെ എല്ലാ മെഡിസിനും ഒരു പിക്യൂലിയാരിറ്റി ഉണ്ടല്ലോ. ഈ ആഴ്സനിക് ആൽബിന് ഒരു പിക്യൂലിയാരിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ഓൾ ദ സിംറ്റംസ് ആർ ഹീസ് എ ചില്ലി പേഷ്യന്റ്. സോ എല്ലാത്തിനും ചൂട് കൊണ്ടാണ് ഇത് റിലീഫ് കിട്ടുന്നത്, വൈറ്റ് കൊണ്ടല്ലേ എല്ലാവർക്കും. പക്ഷേ ആഴ്സനിക് ആൽബിന്റെ ഹെഡ് ഏക്കിന് തണുപ്പ് കൊണ്ടാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ പിക്യൂലിയാരിറ്റി ഓഫ് ദി ആഴ്സനിക് ആൽബ്. കോൺസ്റ്റിറ്റ്യൂഷണൽ നമ്മൾ മെഡിസിൻ പഠിക്കുമ്പോൾ മിക്കവാറും ചിലതിനെല്ലാം റയർ, പിക്യൂലിയർ, അൺകോമൺ ആയിട്ടുള്ള ചില സിംറ്റംസ് നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ, ബിക്കോസ് ഫോസ്ഫറസിന് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന, ലൈക്കോപോഡിയത്തിന് ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഈ ആഴ്സനിക് ആൽബിന് തണുപ്പ് തലയ്ക്ക് തണുപ്പ് കൊടുക്കണം. നമുക്ക് തന്നെ ബസ്സിൽ പോകുമ്പോൾ കാണാൻ പറ്റും, എത്ര ബസ്സിൽ തണുപ്പാണെങ്കിലും ചില ആൾക്കാർ ലേശം അങ്ങോട്ട് പൊക്കി വെച്ചിട്ട് തലയ്ക്ക് തണുപ്പ് കൊടുത്തോണ്ടിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം അയാൾ ഒരു ആഴ്സനിക് പേഷ്യന്റ് ആണെന്ന്. ഇതുപോലെ ഈ രീതിയിൽ ഡോക്ടർ എന്റെ വിചാരം ഈ IFPHല് വന്ന് വേറെ പല മെഡിസിനും മിക്കവാറും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് പോളിക്രസ്റ്റ് എങ്കിലും ഡോക്ടർ ഇത് ആദ്യം തൊട്ട് അവസാനം വരെ എടുത്താൽ കൊള്ളാം എന്നാണ് എൻ്റെ ആഗ്രഹം. വണ്ടർഫുള്ളി ടേക്കൺ ആൻഡ് ഐ അപ്രീസിയേറ്റിംഗ്, കൺഗ്രാജുലേറ്റിംഗ് യു. ഡോക്ടർക്ക് എന്തായാലും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ. ഇപ്പൊ ഡോക്ടർ ദേവരാജ്. നമസ്കാരം, കേൾക്കാമോ? കേൾക്കാം. പ്രകാശ് സാർ, ഞാൻ ദേവരാജ്, ചേർത്തല. ദേവാന്ന് വിളിക്കേണ്ടതാ? ദേവാന്ന് വിളിച്ചാ മതി. ഔദ്യോഗികമായിട്ട് പറയുമ്പോ അങ്ങനെ പറയണമല്ലോ. ഇപ്പൊ നമ്മള് എന്തോ ഈ വേദിയിൽ അതിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല. എങ്കിലും വളരെ അടുത്ത ആത്മബന്ധമുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ദേവൻ. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾക്ക് ചുറ്റും ഒരു പ്രതിരോധ വല തീർത്ത് ഞങ്ങളെ എന്നും കാത്തു സൂക്ഷിച്ച വിപ്ലവകാരിയായിരുന്നു, നേതാവായിരുന്നു ഞങ്ങളുടെ ദേവേട്ടൻ. അതൊക്കെ പറഞ്ഞാൽ ഇനി പ്രശ്നങ്ങളാവും. എന്തായാലും താങ്ക്സ്. ഞാനൊരു അഭിനന്ദനം പറയാനായിട്ടാണ് വിളിച്ചത്. കാരണം ഇന്നലത്തെ ക്ലാസ് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നലത്തെ ചെറിയ വേറെ ചില തിരക്കും പിന്നെ നെറ്റിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇന്നലെ. എന്തായാലും കേട്ടതും മധുരതരം, കേട്ടത് മധുരം, കേൾക്കാനിരിക്കുന്നത് മധുരതരം എന്ന് പറഞ്ഞാൽ എനിക്ക് കേട്ടത് എന്തായാലും മധുരതരമാണ്. അപ്പൊ പിന്നെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ചർച്ചയായിട്ടല്ല, എനിക്ക് തോന്നുന്നത് ഈ സിംറ്റമറ്റോളജിയും പതോളജിയും തമ്മിലുള്ള ഓരോ പതോളജിക്ക് അനുസരിച്ചിട്ടുള്ള സിംറ്റം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു ജനറൽ പതോളജിയിൽ അത് കാണുന്നില്ല എന്നേ ഉള്ളൂ. പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് കഴിയുമ്പോൾ ഓരോ ശരിക്കും ലെഫ്റ്റ് സൈഡിൽ കിടക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ കിടക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്, ഓരോ അംബ്രേഷൻ ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് ലങ്സിന്റെ ഇൻഫ്ലമേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാരണങ്ങളുണ്ടല്ലോ. എക്സുഡേഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒഴുകി വരുമ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ ചില മെഡിസിൻ പറയുന്നുണ്ട്.
അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് അയാൾക്ക് റൈറ്റ് സൈഡിലാണ് ഇൻഫ്ലമേഷൻ എങ്കിലും അയാൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കാൻ പറ്റില്ല. പക്ഷെ റൈറ്റ് സൈഡ് മൂവ്മെന്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ചില മെഡിസിൻ ചില കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ അത്രയും ഡീപ്പായ ഒരു പതോളജി പിന്നെ ഇവർക്ക് അലോപ്പതിക്കാർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ സിംറ്റമറ്റോളജിയിലൂടെ അത്ര ഡീപ്പായ പതോളജിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ പല സിംറ്റംസും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളതാണ് ശരിയായ പതോളജി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുന്നുണ്ട്, കുറച്ചുകൂടി ഫൈനർ സെൻസിൽ നമ്മൾ പോകുന്നുണ്ട്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നുണ്ട്. പല സിംറ്റംസും നമുക്ക് ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം നമ്മൾ ഒരു പക്ഷെ അങ്ങനെ പറയുന്നത്. പിന്നെ മറ്റൊരു ഇത് കൂടി പറയണ്ടോ, ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനാണ് അവരുടെ പതോളജി, മെഡിസിൻ ഡയഗ്നോസ് ചെയ്യാൻ നമ്മുടെ പതോളജിയാണ്, നമ്മുടെ സിംറ്റമറ്റോളജി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പൊ എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. അഭിനന്ദനങ്ങൾ. വീണ്ടും മറ്റൊരു ചേർത്തലക്കാരൻ ഇവിടെ ചേർത്തല അല്ലെങ്കിലും അദ്ദേഹം കന്യാകുമാരിയിലാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മളത് സംസാരിക്കുകയാണ്. വേണം സംസാരിക്കാം. ഹലോ ഹലോ, കേക്കാവോ? കേൾക്കാം. ഹലോ പ്രകാശ് ജി, നമസ്കാരം. നമസ്കാരം വേണം. ഞങ്ങള് ഒരുമിച്ച് ഹൗസ് ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. വേണു വളരെ മധുരതരമായ ഓർമ്മകളൊക്കെ ഇപ്പൊ വീണ്ടും തികട്ടി വരികയാണ് ഡോക്ടറെ. ശരിയാണ്. എങ്കിലും ഞാൻ ഡോക്ടറുടെ ക്ലാസ് കേട്ടു. ഇന്നലത്തെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല, എങ്കിലും വളരെ വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു പ്രൂവിങ് പോലെ നമ്മൾ, അതായത് മെറ്റീരിയ പ്യൂറ വായിക്കുമ്പം നമ്മൾ അനാട്ടമിക്കൽ സ്കീമിലല്ലല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ എങ്ങനെ തുടങ്ങുന്നു, ഒരു മെഡിസിൻ പ്രൂവ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്നു, ഓരോ രോഗിക്കും കിട്ടിയതിൻ്റെ മെറ്റീരിയ മെഡിക്കലെ ഒരു പ്യൂറയിലെ ഒരു വിവരണം പോലെ തന്നെ വളരെ വളരെ ഗംഭീരമായിരുന്നു. പിന്നെ എനിക്ക് ഇതിൻ്റെ ഒന്ന് രണ്ട് ഈ പത്തോളജിയായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ നമുക്ക് ഞാനിങ്ങനെ പല ബുക്കുകളിൽ നിന്നും വായിച്ച് കിട്ടിയ ഒന്ന് രണ്ട് സ്റ്റെപ്സാണ്. അത് നമുക്കൊരു എന്താ പറയുക, ചെക്ക് പോയിന്റ്സ് ആയിട്ടൊക്കെ നമുക്ക് പറയാവുന്ന ഒന്ന് രണ്ട് സിംറ്റം അത് എല്ലാ കേസിലും ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവാനിരിക്കും, എങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. അതായത് ഈ ആർസനിക് ആൽബ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നാൽ എപ്പോഴും ഈ തല എപ്പോഴും നമ്മുടെ ടേബിളിൽ വെച്ച്, അവശത കൊണ്ടായിരിക്കാം, എന്തായാലും അങ്ങനെയാണ് ആ പേഷ്യൻ്റ് പലപ്പോഴും കണ്ടുവരുന്നത്. നമ്മുടെ ബെഡ് സൈഡിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ക്ലിനിക്കിൽ വന്നാലും നേരെ തല അങ്ങോട്ട് ടേബിളിൽ വെച്ച് കിടക്കുന്ന ഒരു സിംറ്റം, അത് എൻ്റെ ഒരു ചെക്ക് പോയിന്റ് ആണ്. പിന്നെ പറയാവുന്നത് ഈ കണ്ണ് അടച്ച്, അപ്പം നടക്കുമ്പോൾ എപ്പോഴും പേഷ്യൻ്റ് കണ്ണടച്ച് പിടിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നതെന്നുള്ളത്. പ്രത്യേകിച്ചും ഇതുപോലെ ഫീവർ സ്റ്റേജിലോ ഒക്കെ നമ്മൾ ഈ അലുമിനിയുടെ ഒക്കെ പോലെ തന്നെ അങ്ങനെ ഒരു കണ്ണടച്ച് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം പല കേസിലും വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കും വെരിഫൈ ചെയ്യാവുന്നതാണ്. ഞാനൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയ പോയിന്റ് വെച്ച് നോക്കിയിട്ട് പല കേസിലും അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് പേഷ്യൻ്റ് ഈ കൈ പൊക്കുമ്പം തലകറക്കം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. കൈ പൊക്കിയാൽ തലകറങ്ങുന്ന, പ്രത്യേകിച്ച് അവശതയായിട്ടുള്ള ആൾക്കാർക്ക് കൈ പൊക്കിയാൽ തലകറക്കം ഉണ്ടെങ്കിൽ കൈ പൊക്കിയാൽ തലകറക്കം ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു കൺഫർമേറ്ററി സയൻസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം എന്നുള്ള ഒരു ചെറിയ കാര്യം. പിന്നെ പറയുന്നത് ബേണിങ്ങിനെ കുറിച്ചാണ്. അത് ഈ ആർസനിക് ആൽബിൻ്റെ ബേണിങ് എന്ന് പറയുന്നത് ഈ ഹൈപ്പോക്സിയ, അത് ഒരു ബുക്കിൽ വായിച്ചുണ്ട്. ATP സിന്തസിസുമായിട്ട് ബന്ധമുണ്ട്. ATP സിന്തസിൽ അത് ഹൈപ്പോ ATP സിന്തസ് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ കൂടുതലും ആർസനിക് ആൽബിൻ്റെ ഈ സിംറ്റംസ് ഉണ്ടാകുന്ന ഇങ്ങനെ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. കുഴപ്പമില്ല, ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചർ ആയിരുന്ന ആളല്ലേ, പബ്ലിക്കിലേക്ക് കൺവേ ചെയ്യാമല്ലോ. അല്ല കുഴപ്പമില്ല, സംസാരിച്ചോളൂ. അല്ല, ഇത്രയും കാര്യം ഞാനൊന്ന് എൻ്റെ കൂടെ ആഡ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ ATP സിന്തസിസുമായിട്ട് വരുമ്പോഴത്തേക്ക് എനർജിയുടെ റിലീസ് കുറയുന്നു. ഇപ്പം ഈ ആർസനിക് ആൽബിൻ്റെ ബേണിങ് തന്നെ പറയുന്ന ഒരു ഹൈപ്പോക്സിയാണ്, ബോഡി പാർട്ടിൻ്റെ ഹൈപ്പോക്സി ആയതുകൊണ്ട് അതിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുന്നു എന്നുള്ളത്. ഈ എന്താണ് RBCക്ക് അതിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുന്നതുകൊണ്ട്
ഇസ്കീമിയ ഉണ്ടാകുന്നു. അതാണ് പല ബേണിങ്ങും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഡയബറ്റീസിലാണെങ്കിലും ഗാംഗ്രീനിലാണെങ്കിലും എവിടെയും ബേണിംഗ് സെൻസേഷൻ പറയുന്നത് ഇസ്കീമിയാണ്. അത് സർക്കുലേഷൻ കുറയുന്നു. അതല്ല ഈ ATP സിന്തസിസുമായിട്ട് നമ്മളൊന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പം അതൊരു പത്തോളജി അല്ല, ഞാൻ പത്തോളജി ആയിട്ട് ബന്ധപ്പെടുത്തിയല്ല പറഞ്ഞെങ്കിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് പോകുന്തോറും നമുക്ക് മെഡിസിന് കൂടുതൽ മനസ്സിലാവും. എങ്കിലും നമ്മുടെ ഹോമിയോപ്പതിയുടെ ബേസിക് ആയിട്ടില്ല. ഇപ്പം ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൻ്റെ സ്കിൻ തൊട്ടുള്ള എല്ലാ ഭാഗത്തും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള ആ ഹോമിയോപ്പതിക് ബേസിക്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മൈൻഡിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. അപ്പം ഒരു പേഷ്യൻറ്റിന് ഭയങ്കര ആങ്കർ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അഡ്രിനാലിൻ കൂടുന്ന സമയത്ത് അത് അലോപ്പതിക്കാർ വഹിക്കത്തുള്ളൂ. പക്ഷേ നമുക്കാകുമ്പോൾ അതിൻ്റെ അവസ്ഥ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും എല്ലാ സെല്ലുകളിലും അത് ചെല്ലുന്നുണ്ടെന്നുള്ളതാണ് നമ്മളുടെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ആ ഒരു കാര്യം കൊണ്ടാണ് ഈ ആർസനിക് ആൽബിൻ്റെ ബേണിങ്ങും അതിൻ്റെ ഓക്സിജൻ കുറയുന്നതും എല്ലാം നമുക്ക് അതിൻ്റെ പത്തോളജിയും കൂടെ കോറിലേറ്റ് ചെയ്ത് സംസാരിക്കുമ്പം അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ഡീപ്പ് ലെവലിലോട്ട് പത്തോളജി ലെവലിലോട്ട് പോയിട്ടില്ലെങ്കിലും പലതിനും പല പത്തോളജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ ഈ പറഞ്ഞ ഹോമിയോപ്പതിക് അപ്രോച്ചോടുകൂടി കാണുമ്പോഴാണ് അവിടെ ഒരു പെർഫെക്ഷൻ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാനൊരു ആഡ് ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും വളരെ അഡീഷണൽ ആഡ് ചെയ്ത കാര്യങ്ങളും വളരെ നല്ലതാണ്. കാരണം നമുക്കിനിപ്പോൾ ഏകദേശം സമയം അതിരിക്കുകയാണ്. 2-3 പേര് കൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിക്കുക. ഡോക്ടർ സലീം അവിടെ ഇരുന്ന് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഡോക്ടറെ അതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, റിയാക്ഷനിൽ പോയിട്ട് ഹാൻഡ് റൈസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡോക്ടർ ഹാൻഡ് ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. എന്തായാലും ഡോക്ടർക്ക് അവസരമാണ് സംസാരിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഡോക്ടർ ഡോക്ടറോട്ട് പോയിട്ട് ഡോക്ടർ ദേവരാജിന് നന്ദി പറയുന്ന ഒരു അവസരം എത്തുകയാണ്. വളരെ നന്നായിരുന്നു സാർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ പലപ്പോഴും ഇതിനെയൊക്കെ വേറിട്ട് കാണാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. പതോളജി വേറിട്ട് കാണിക്കുക, സിംറ്റമറ്റോളജി വേറിട്ട് കാണിക്കുക, ഇതെല്ലാം തന്നെ ഒന്നാണ്. ഒന്നിനെ വേറെ രീതി കാണാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് നമ്മളിപ്പോൾ നോക്കിത്തീർന്നാൽ ഹാനിമാൻ്റെ കാലത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വേർഡില്ല, ബ്ലഡിലുള്ള ESR അതാ ഇങ്ങനെയുള്ള ഒരു സംഗതികളും തന്നെ ഇല്ല. അപ്പോൾ ആ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇന്ന് ഈ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരു രീതിയിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ഇതാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റേ പണ്ടാണെങ്കിൽ തലവേദന എന്ന് പറഞ്ഞിരുന്നത് ഹെഡേക്ക്, ലെഫ്റ്റ് സൈഡ് ഹെഡേക്ക് എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് ലെഫ്റ്റ് സൈഡ് ഹെഡേക്ക് എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് അതിലുള്ളതായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കോറിലേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത്രയേറെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സാർ ഇപ്പോഴും സംസാരിച്ചതെന്ന് പറഞ്ഞിരുന്നാൽ അന്ന് ഹാനിമാൻ എഴുതി വെച്ചിരിക്കുന്ന രീതിയിലല്ല ഇന്ന് സംസാരിച്ചത്. അതൊക്കെ അങ്ങ് വലുതായി. കാരണം എന്ന് വെച്ചിരുന്നാൽ അതിൻ്റെ ഓരോ മേഖലകളിലും തൊട്ട് തീരുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് വളരെ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മേഖലകളിലോട്ടും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വളരും. നമ്മളിപ്പോൾ തന്നെ നോക്കിത്തീർന്നല്ലേ, ഹാനിമാൻ എഴുതി വെച്ചിരിക്കുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടായിരുന്നു, എത്രയോ വളർന്ന് വികസിച്ച രീതിയിലായിരുന്നു കെൻ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കെൻ്റ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഓ ഇതിനൊക്കെ ഇത്രയും മീനിങ് ഫുള്ളായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഓരോ കാലഘട്ടത്തും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ സാർ ഇന്ന് ചെയ്തത് അത് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് കുറേയൊക്കെ കഴിഞ്ഞു. അതിന് വളരെയേറെ ഉപകാരം. ഏതൊക്കെ മേഖലകളിലൊന്നിട്ടൊന്ന് ഞങ്ങൾ നോക്കണം എന്നുള്ളതിനോട്ടുള്ള ഒരു ചൂണ്ടുപലക കൂടെ തന്നു എന്നുള്ളതിൽ നന്ദി. താങ്ക്സ്. ഓക്കെ, സലീമിന് സംസാരിക്കാം. കേൾക്കാം. ഹലോ ഹലോ, പ്രകാശ്. ഗുഡ് ഈവനിങ്. ഞങ്ങളുടെ ബാച്ചിലെ ഒരു ചേട്ടനായിരുന്നു, BSc കഴിഞ്ഞ് വന്നതിന്റെ ബോട്ടണി ഒക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സലീം. ഞങ്ങളെ ജൂനിയർ ആയിട്ടൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞവരാണ്. സലീമിനെ കണ്ടിട്ടുള്ള എന്റെ സന്തോഷം ഇപ്പൊ ഈ വേളയിൽ പങ്കുവെക്കുന്നു. ഇതിലിപ്പോ എനിക്ക് പറയാനുള്ളത് വെച്ചാല്, ഞാനിപ്പോ അതിന്റെ മെച്ചമെഡിക്കൽ സൈഡ് അതൊന്നുമല്ല നോക്കണം. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ കുറെ നാൾ കൊണ്ടു നടന്നിരുന്ന ഒരു കാര്യം നിന്റെ വായിൽ നിന്ന് വരുന്നു, പ്രകാശിന്റെ വായിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് സന്തോഷം നിൽക്കുക. അതായത് നമ്മളുടെ മെറ്റീരിയൽ പഠിക്കുക എന്നാണ് നമ്മളൊക്കെ മലയാളത്തിൽ പഠിക്കാൻ. അങ്ങനെ മലയാളത്തിൽ പഠിക്കാത്തടത്തോളം കാലം
ഹോമിയോപ്പതിയിൽ പഠിച്ചിറങ്ങുന്ന ആളുകളുടെ സക്സസ് റേറ്റ് ഇനി കൂടില്ല. ഇത് ശരിക്ക് നമ്മുടെ ഭാഷയിൽ വേണം ഹോമിയോപ്പതി പഠിക്കാൻ, പ്രത്യേകിച്ച് മെറ്റീരിയൽ പഠിക്കാൻ. ഈ ലോകത്തിൽ തന്നെ മാതൃഭാഷയിലല്ലാതെ കോളേജ് വിദ്യാഭ്യാസം നടത്തപ്പെടുന്ന രാജ്യങ്ങൾ തന്നെ വിരലെണ്ണാവുന്നുള്ളൂ. ഇന്ത്യയിൽ ഇത്രത്തോളം മണ്ടന്മാർ ഉള്ളതിന്റെ കാരണവും ഇവിടെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നടക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ദൂഷ്യം അനുഭവിക്കുന്നത് നമ്മൾ ഹോമിയോപ്പതി വരുമ്പോഴാണ്. അപ്പൊ അത് നമ്മൾ IFPH പോലുള്ള പ്രസ്ഥാനം ഒക്കെ ചർച്ച നടത്തുകയും നമ്മളിൽ തന്നെ, അതായത് കേരളത്തിലെ ഡോക്ടർമാരിൽ നിന്ന് തന്നെ ഒരു മലയാളം മെറ്റീരിയൽ പഠിക്കുക, അതായത് ഇതിന് പഴയ ആൾക്കാർ പുസ്തകം എഴുതിക്കണ പോലെയല്ല, അതിന്റെ ഈ പ്രസന്റിങ് സിംറ്റംസ് ഒക്കെ ആ രീതിയിൽ നമ്മളൊരു മെറ്റീരിയൽ മേടിക്കാൻ തയ്യാറാവുന്നതിനെ കുറിച്ചൊക്കെ ഗൗരവമായ ചർച്ച നടത്തുകയും അങ്ങനെ ഒരു ശ്രമങ്ങൾ ആരെങ്കിലുമൊക്കെ തുടങ്ങി വെക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് പ്രകാശ് പറഞ്ഞിട്ടപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. എൻ്റെ മനസ്സിലൊരു സ്വപ്നമാണ് അത്. അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം ഹോമിയോപ്പതിക്ക് ഒരു പരിധി വിട്ട് വരാൻ പറ്റില്ല. കാരണം ഇപ്പൊ പാസ്സായി ഇറങ്ങുന്ന ആളുകൾ എത്ര ശതമാനം പേര് സക്സസ് ആവുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കേണ്ട അവസ്ഥയുണ്ട്. പാസ്സായി ഇറങ്ങുന്ന ആളുകളിൽ സക്സസ് ആവുന്ന ആൾക്കാരുടെ റേറ്റ് കുറവുണ്ട്. നമുക്ക് ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഭാഷയുടെ പ്രശ്നമാണ്. അത് ചൂണ്ടിക്കാണിച്ചതിന് വളരെ 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 സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. ഏതായാലും ക്ലാസ് വളരെ നന്നായിരുന്നു. ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. ബീയിങ് പ്രൗഡ് ഓഫ് യു. ഓക്കെ, വളരെ നല്ല ഒരു അഭിപ്രായമാണ് പ്രകാശ് ഡോക്ടർ എന്ന് പറഞ്ഞത്. നമ്മുടെ കെന്റ് ഫിലോസഫിയിൽ തന്നെ കെന്റ് പറയുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നത് അവരവരുടെ ലാംഗ്വേജിൽ തന്നെയാണ് രോഗി പറയുന്നത് കേൾക്കേണ്ടതും നമ്മൾ എഴുതേണ്ടതും അത് ഉൾക്കൊള്ളേണ്ടത്. അപ്പൊ നമ്മുടെ പഠനം തന്നെ അതിൽ തന്നെ ആവണമെന്ന് എടുത്ത് പറയുന്നുണ്ട് കെന്റ് ഫിലോസഫിയിൽ. If you are English, teach English. നമുക്ക് ദേവരാജ് ഡോക്ടറിലോട്ട് നന്ദി പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ UK-യിലെ US നിന്നുള്ള ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഡോക്ടർക്ക് ഒരു അവസരം കൊടുക്കാം നന്ദി പറയാനായിട്ട്. ഡോക്ടർ ദേവരാജ് ഒഫീഷ്യലായിട്ടുള്ള ഒരു നന്ദി പറച്ചിലാണ്. അതോടെ നമുക്ക്, കാരണം സമയം ഡോക്ടർ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവുന്നില്ല എന്നുള്ള സത്യം നമുക്കറിയാം. കിഡ്നി വൈകിപ്പിക്കുന്നില്ല. ഓക്കെ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർത്തോളാം. എനിവേ ഡോക്ടർ പ്രകാശിന് നന്ദി പറയുന്നു. ഒത്തിരി കാലം കൂടി ആർസനിക് ആൽബിന്റെ എൻ്റെ പഴയ കോളേജിലെ ക്ലാസ് പോലെ ഒരു നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് ഇപ്പോൾ ഹാൻഡ് റൈസ് ചെയ്ത്. ഇപ്പോൾ ഞാൻ നാട്ടിൽ പലരെയും വിളിക്കുമ്പോഴേ അവര് എന്നോട് പറയുന്നു ആർസനിക് ആൽബം കഴിച്ചിട്ടും ചിലർക്കൊക്കെ വന്നല്ലോ. അതിൽ അവരെന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ഹോമിയോ ഡോക്ടർക്കും ഫാമിലിക്കും വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ഉള്ള കമന്റ്സ് ഇപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ അനുഭവത്തിൽ ഞാൻ കൊടുത്ത ആർക്കും വന്നിട്ടില്ല, ആർസനിക് ആൽബം മാത്രമല്ല. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ വേറെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു നോസോഡോ അല്ലെങ്കിൽ ഒരു മറ്റ് വെജിറ്റബിൾ കിങ്ഡത്തിൽ നിന്നുള്ള മെഡിസിനോ ഒക്കെ ഡെയിലി എടുക്കാനുള്ള, അതിപ്പോൾ ഓരോ ഡോക്ടേഴ്സിനും അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ കൊടുത്തിട്ട് അങ്ങനെ ആർക്കും വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കമന്റ് ഞാൻ കേട്ടു, അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടർ പ്രകാശിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആർസനിക് ആൽബം 30 മാത്രം കൊടുത്തിട്ട് ചിലർക്ക് വന്നിട്ടുണ്ട്. ഗോഡ് ബ്ലെസ്. ടോക്ക് ടു മീ പ്ലീസ്. തീർച്ചയായിട്ടും ഇതിപ്പോ ഒരു ജീനസ് എപ്പിഡമിക്സ് എന്ന രീതിയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഞാനതാണ് നേരത്തെ പറഞ്ഞു തുടങ്ങിയത്, പിന്നെ സാധിച്ചില്ല. ഈ 30 പൊട്ടൻസി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ പൊട്ടൻസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് CCH ഇറക്കിയ ഒരു യൂണിഫോമിറ്റി, ഒരു സ്റ്റാൻഡർഡൈസേഷൻ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇപ്പോ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ആർസനിക് ആൽബം നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു തിയറി പ്രകാരം കുറച്ചുകൂടി ഹൈ പൊട്ടൻസി ആയിരിക്കും ഒന്നുണ്ട് ഒരു യങ് ജനറേഷനിൽ. ഈ 30 എന്ന് പറയുന്ന ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന ഒരു 30 to 50 ഏജ് ഗ്രൂപ്പിലാണ്, 30 to above 50 ആണ് ഈ 30 പൊട്ടൻസി കുറച്ചുകൂടി വർക്ക് ചെയ്ത് കണ്ടുവരുന്നത്. അപ്പൊ പൊട്ടൻസി സെലക്ഷൻ അതിൻ്റെതായുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗൈഡ് ലൈൻ തന്നു എന്നുള്ളതിനുപരി നമ്മുടേതായിട്ടുള്ള നമ്മൾ 3rd or 4th പഠിക്കുന്നുണ്ട്. Then he understands how to treat judiciously and rationally and he is the true practitioner of the healing. സിറ്റുവേഷൻ മനസ്സിലാക്കി ജഡ്ജ്മെന്റ് നടത്തുന്നത് നമ്മുടെ ഫിസിഷ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെ മാസീവായിട്ട് കൊടുക്കേണ്ടി വരുമ്പോ നമുക്ക് പലപ്പോഴും പബ്ലിക്കിന് മാസീവായിട്ട് കൊടുക്കേണ്ടി വരുമ്പോൾ ഓരോ വ്യക്തികളുടെയും ആ ഒരു സസെപ്റ്റബിലിറ്റി ലെവലോ അല്ലെങ്കിൽ അത് നോക്കിയിട്ട് സാധിക്കില്ല എങ്കിൽ പോലും നമുക്കിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന കേസസില്, പിന്നെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർസനിക് ആൽബം കഴിച്ചവരുടെ കോവിഡ് അപ്ഗ്രേഡിട്ടുണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടാകാം. കാരണം ഇതൊരിക്കലും 10% അല്ല. ഒരു ജീനസ് എപ്പിഡമിക്സ് എന്ന് പറയുന്നത് തന്നെ
മെഡിസിൻ കോമൺലി സെലക്ടഡ് ഫോർ ആൻ എപ്പിഡമിക് ആഫ്റ്റർ ക്ലോസ് ഒബ്സർവേഷൻ ഓഫ് എ ഗുഡ് നമ്പർ ഓഫ് കേസ് ഓഫ് ദ സെയിം എപ്പിഡമിക്. അപ്പൊ കുറെ കേസസ് പരിശോധിച്ചിട്ട് എടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. തീർച്ചയായിട്ടും ഹോമിയോപ്പതി ഒരു ഇൻഡിവിജ്വലൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ആ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഒരു പ്രിവെന്റീവ് ആസ്പെക്ടിലേക്കും വരേണ്ടത്. അല്ലാതെ ഒരു ഇപ്പോ ആഴ്സനിക് ആൽബം ഒരു 60% റിസൾട്ട് കിട്ടിയെങ്കിൽ തന്നെ നമ്മൾ ഗംഭീര ഗോളാണ് അടിച്ചിരിക്കുന്നത്. ഇപ്പൊ 40% വന്നു എന്നുള്ളതല്ല അവിടെ വിഷയം. കാരണം അവരുടെ സസെപ്റ്റബിലിറ്റി ആഴ്സനിക് ആൽബിനോട് സസെപ്റ്റബിൾ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ധാരാളം റീസൺസ് ഉണ്ടാവാം. അവരുടെ വാക്സിനേഷൻ ഹിസ്റ്ററിയോ അവരുടെ പിന്നെ ഡീപ് മയസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ആഴ്സനിക് ആൽബിറ്റി അവിടെ ആക്ട് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആഴ്സനിക് ആൽബിത്തിന് തൊട്ട് പുറകിൽ അവര് ഒരു ടൊബാക്കോ ചൂയിങ് അങ്ങനെ ആന്റിഡോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിന് ചെന്നിട്ടുണ്ടാവാം. ഓരോ കേസും വ്യക്തിപരമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. ഒറ്റ കാര്യം പറയാം ഡോക്ടർ. അതായത് സ്കാർലറ്റ് ഫീവറിന്റെ പ്രിവെന്റീവ് ഹാനിമാന്റെ കാര്യം പറയുന്നുണ്ട്. കുട്ടി കൂടുതലായിട്ട് കരയാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ മെഡിസിൻ റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ആന്റിഡോട്ട് ഫാക്ടർ കൺസിഡർ ചെയ്യാത്തതുകൊണ്ടായിരിക്കണം അത് സംഭവിച്ചതിന്റെ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത് ഇത് ആഴ്സനിക് ആൽബം 30 എന്ന് പറയുന്നത് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് 1.3 ബില്യൺ പീപ്പിളിനുള്ള ഒരു മെഡിസിൻ ഈ ജീനസ് എപ്പിഡമിക്കസ് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ഹോമിയോപ്പതി ഡോക്ടറെ തന്നെ കാണണം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. തീർച്ചയായും ശരി. കാരണം നമുക്ക് പല ആൾക്കാർക്കും വന്നു എന്ന് പറഞ്ഞാലും ഈ നമുക്ക് വാക്സിനേഷൻ ഇപ്പൊ കണ്ടുവരുന്നത് ഇപ്പൊ മരണങ്ങളിൽ ഭൂരിഭാഗവും നടക്കുന്നത് വാക്സിനേഷൻ എടുത്ത ആൾക്കാർക്കാണ് എന്ന് പറഞ്ഞ പോലെ ഹോമിയോപ്പതി അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആഴ്സനിക് ആൽബം കഴിച്ച വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. മരണം സംഭവിച്ചിട്ടുള്ളത് വളരെ വളരെ തുച്ഛമാണ്. വളരെ വളരെ തുച്ഛമാണ്. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളൊക്കെ നിത്യേന കണ്ടുവരുന്നതാണ് പേഷ്യൻസ് വന്ന കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇത് വരുന്ന കോവിഡ് പേഷ്യൻസ് എല്ലാവരും തന്നെ വാക്സിനേഷൻ എടുത്തവരാണ്. അവരുടെ മക്കളെ മാത്രമേ ഉള്ളൂ വാക്സിനേഷൻ എടുക്കാത്തവരായിട്ട്. യഥാർത്ഥത്തിൽ മൊത്തത്തിൽ ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ ആകെ മാറിയിരിക്കുകയാണ്. അപ്പൊ എന്റെ ഡോക്ടറെ ചോദ്യത്തിന് ഇപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡോക്ടർമാരുടെ ഫാമിലി നമ്മള് മനുഷ്യരാണ്. അതുകൊണ്ട് ഡോക്ടർ എന്നുള്ള രീതിയിൽ എക്സെപ്ഷൻ അല്ല, നമുക്ക് വരാവുന്നതാണ്. പക്ഷെ ദിവസവും ഈ കോവിഡ് രോഗികളെ പരിശോധിച്ച് തന്നെ മരുന്ന് കൊടുക്കുന്നവരാണ്. എന്നിട്ട് ഇതുവരെ നമ്മള് വാക്സിനേഷൻ പ്രകാശ് ഡോക്ടർ വിശന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഡോക്ടർ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഇന്നത്തെ ഔപചാരികമായിട്ടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനും ഡോക്ടർ ദേവരാജനെ ചുമതലപ്പെടുത്തുകയാണ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഹലോ, കേൾക്കാം. ഞാൻ ഹാൻഡ് റൈസ് ചെയ്ത് ശരിക്കും നന്ദി പറയാനല്ല, ഞാൻ ഒരു ആഡിങ്സ് അതിന് ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ആഴ്സനിക് ആൽബം ഒരു സിംഗിൾ സിംറ്റം വെച്ചൊരു നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയത് ഡോക്ടർ ചന്ദ്രശേഖരൻ തിരുവനന്തപുരം അദ്ദേഹം പറഞ്ഞ ഞാൻ പലപ്പോഴും അത് സ്വീകരിക്കാറുണ്ട്. പല മെഡിസിനും അങ്ങനെയുണ്ട് സിംഗിൾ. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, റൈറ്റ് സൈഡിൽ മാത്രമാണ് കൊറൈസ് ആയെങ്കിൽ അത് ആഴ്സനിക് ആൽബം ആയിരിക്കും. വേറൊരു സംശയം, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വൺ സൈഡിന് ഒരുപാട് മെഡിസിൻ ഉണ്ട്, കൽക്കേര സൾഫർ കലണ്ടല അങ്ങനെ കുറെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിന് അറൻട്രഫിലിന ഉണ്ട്, ഒവിസ്റ്റ ഉണ്ട്. പക്ഷെ വൺ സൈഡ് മാത്രമാണെങ്കിൽ അത് റൈറ്റ് സൈഡ് ആണെങ്കിൽ ഞാനൊരു ഒറ്റ സിംറ്റേ ചോദിക്കാറുള്ളൂ. ഇങ്ങനെ പേഷ്യന്റ് വരുമ്പോൾ അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാറില്ല, ആഴ്സനിക് ആൽബം കൊടുക്കും. പിന്നെ അത് പലപ്പോഴും ഇങ്ങനെ ഉള്ള ചില ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് ചന്ദ്രശേഖരൻ ഡോക്ടർ പറഞ്ഞതാണ്. എന്തായാലും ഈ ക്ലാസ്സിന് നന്ദി പറയാനായിട്ട് ഞാനൊരു വിരുന്നുകാരനാണ്. എന്നെ ഏൽപ്പിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഞങ്ങളുടെ എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ച ഒരു ഡോക്ടർക്ക് നന്ദി പറയാനുള്ള ഒരു അവസരം കൂടി എന്റെ ജൂനിയറും സീനിയറും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഇത്തരം ഒരു ക്ലാസ് അവതരിപ്പിച്ചതിന് അതിന് അവസരം കൊടുത്ത IFPHനും എല്ലാവിധ നന്ദി. കാരണം IFPHനും ഞാൻ നന്ദി പറയണോ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. തീർച്ചയായും അങ്ങനെ നമ്മുടെ 418ാമത് വെബിനാർ ഇവിടെ സമാപിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രകാശ് ഡോക്ടർക്ക് പ്രത്യേകിച്ചും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ദിനം അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള മാറ്റർ ചർച്ച ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സെക്രട്ടറി രംഗത്ത് വരണം. ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് മാറുകയാണ്. ഹലോ. ഇന്നത്തെ ഈ വൈകിയ വേളയിൽ പ്രത്യേകിച്ച് ചർച്ചയ്ക്ക് നമ്മൾ ഇനി സമയം വിനിയോഗിക്കേണ്ട കാര്യമില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒന്ന് നമ്മളുടെ പോർട്ടൽ ഇന്ന്
ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ രജിസ്ട്രേഷൻ നടക്കുന്നു എന്നാണ് അറിഞ്ഞത്. വൈകുന്നേരം വരെ 35,000 പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വൈകുന്നേരം വിവരം കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ആക്ടിവായിട്ട് നടക്കുന്നുണ്ട്. അത് എല്ലാവരും കഴിയുന്നത്ര പേരെ കൊണ്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യിക്കുകയും സ്വന്തം കുട്ടികളെയും സ്വന്തം പരിചയത്തിലുള്ള കുട്ടികളെയും ഒക്കെ അതിനുവേണ്ടി പ്രേരിപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേറൊരു വിവരം കിട്ടിയിരിക്കുന്നത്, മറ്റന്നാൾ തിങ്കളാഴ്ച 11 മണിയോടുകൂടി നമ്മളുടെ മുഖ്യമന്ത്രി ഈ മരുന്ന് വിതരണം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നിയമസഭ നടക്കുന്നതുകൊണ്ട് ആ സമയത്ത് അവൈലബിൾ അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്ററെ അതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഏതായാലും മന്ത്രിതലത്തിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടക്കും എന്നറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 3 ദിവസങ്ങളിൽ ആകാശവാണിയിൽ നമ്മളുടെ ഈ പരിപാടിയെക്കുറിച്ച് രാവിലെ ഓരോ ഡോക്ടേഴ്സിൻ്റെ ആഹ്വാനമുണ്ട്, ഇതിനെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. അങ്ങനെ പല രീതിയിലും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജനങ്ങളുടെ പങ്കാളിത്തം മാക്സിമം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള സന്നദ്ധത നല്ല രീതിയിൽ എല്ലാ ജില്ലകളിലും കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അത് ഓക്കെ. സാജു ജോസഫ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് സംസാരിക്കുമോ ഡോക്ടർ സാജു ജോസഫ്? എന്തോ കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, പറയൂ. അതായത് ഇപ്പം 38 ലക്ഷം കുട്ടികൾക്ക് വേണ്ടി ആണ് മെഡിസിൻ വിതരണം ചെയ്യാനായിട്ടുള്ള തീരുമാനമുള്ളത്. അതിൽ 35,000 ആണ് ആദ്യത്തെ ദിവസം റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% പോലും വന്നിട്ടില്ല. 1%. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാല്, ഇത് ഡോക്ടർ ഗവൺമെന്റ് ഡോക്ടറാണല്ലോ, മനോജ് ഡോക്ടർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഗവൺമെന്റ് ഡോക്ടർമാരുടെ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് ഡോക്ടർമാരില് ഞാൻ ഒരു 15 അല്ലെങ്കിൽ 20% ഇതിന് ഫെയറുകളായിട്ട് നിൽക്കുന്നവർ, ബാക്കിയുള്ളവർ വേണമെങ്കിൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരും ആകാനാണ് സാധ്യത. എനിവേ, അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു സജഷൻ, ഓരോ പഞ്ചായത്തിലുമുള്ള മെഡിക്കൽ ഓഫീസേഴ്സ് അവരുടെ ഏരിയയിൽ വരുന്ന സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റേഴ്സിനെ വിളിച്ച്, വേറെ ആരെയും വിളിക്കണ്ട, ഹെഡ് മാസ്റ്റേഴ്സിനെ വിളിച്ച് പിള്ളേരുടെ കാരണവർക്ക് ഒരു മെസ്സേജ് കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം അറേഞ്ച് ചെയ്താൽ എല്ലാ വീടുകളിലും ഈ പറഞ്ഞ മെസ്സേജ് അവിടെ ചെല്ലുകയും അതിൻ്റെ അകത്തൊരു റെസ്പോൺസ്, അതായത് അതിൻ്റെ താല്പര്യമുള്ളവർ മാത്രമുള്ളൂ, ബാക്കിയുള്ളവർ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് കയറുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് എനിക്കറിയില്ല, പറയാനായിട്ടുള്ള മനസ്സുണ്ടോന്നും എനിക്കറിയത്തില്ല, ചെയ്യുമെന്നും എനിക്കറിയത്തില്ല. തോന്നി ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞ കാര്യം ഇപ്പൊ മിക്കവാറും ഡോക്ടർമാരൊക്കെ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അറിവ്, പല ഇതേ PTA-ക്കാർക്ക് മറ്റവര് വ്യാജ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നൊരു പീഡിയാട്രീഷ്യന്റെ ടോക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ അത് വാട്സാപ്പില്. അങ്ങനെ അതല്ല, നമുക്കല്ല, PTA-ക്കാർക്ക് സ്കൂളുകൾക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ ശക്തമായ ഒരു നീക്കം കൂടി നമ്മൾ നടത്തേണ്ടതായിരിക്കുന്നു. എന്തായാലും നമുക്ക് രഞ്ജി ഡോക്ടറിലോട്ട് പോവാം. പിന്നെ ഐഫോൺ ഉണ്ട്, അതിലോട്ട് പോവാം. ആയിക്കോട്ടെ, ഞാൻ എന്റെ അല്ല, ഹലോ, കേൾക്കാവോ? ഇപ്പൊ പറഞ്ഞ ഡോക്ടർക്ക് പറയാനൊരു മറുപടിയാണ്. അതായത് അത് ഞാൻ ഇന്നലെ ഇത് പറഞ്ഞിരുന്ന വിഷയം, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തളിപ്പറമ്പിലൊക്കെ ചെയ്യുന്നത്, അതായത് ആ കൺസേൺ നമ്മുടെ മെഡിക്കൽ ഓഫീസർ എല്ലാ സ്കൂളുകളിലും, അവരുടെ പ്രദേശം 5-10 സ്കൂളുണ്ടാവായിരിക്കാം, ആ സ്കൂളിലെ PTA-യിൽ എവരെ കൂടി മെമ്പർ ആക്കണം. PTA-യുടെ ഗ്രൂപ്പിൽ മെമ്പർ ആക്കി കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് നേരിട്ട് അതിനകത്ത് പറയാം. അല്ലാണ്ട് ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റാരെയും ഏൽപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല.
അവർക്ക് പറയാനുള്ളത് എന്നെ ആ BTA വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിൽ എന്നെ കൂടെ മെമ്പർ ആക്കണമെന്ന് ഹെഡ് മാസ്റ്ററോടോ ഹെഡ് മിസ്റ്റേഴ്സിനോടോ ഒക്കെ പറയാം. എന്നിട്ട് അതിനകത്ത് കയറിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ പറയാൻ. വളരെ എളുപ്പത്തിൽ സംഗതി നടക്കും. അങ്ങനെ നമ്മുടെ തളിപ്പറമ്പിൽ അത് വൻ വിജയമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തുനിന്നും കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷണങ്ങളെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അല്ല ഡോക്ടറെ, നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ പോർട്ടൽ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 2-3 ദിവസത്തിൽ കഴിഞ്ഞിട്ട് അത്തരം കാര്യങ്ങൾ പരിഗണിക്കും എന്നാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിവരം അതുപോലെ തന്നെ കിട്ടിയിരിക്കുന്നത്. ഈ പോർട്ടൽ രജിസ്ട്രേഷന് കുറെ പ്രശ്നങ്ങളുണ്ട്. രജിസ്ട്രേഷൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, പലർക്കും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊരു വോയിസ് എല്ലാവരും ഇടണം. അതായത് സ്പോട്ട് രജിസ്ട്രേഷനും കൂടെ സൗകര്യം ഉണ്ടല്ലോ, ആ വിവരം ജനങ്ങളെ അറിയിക്കണം. നേരിട്ട് ചെന്നാൽ മതിയല്ലോ. പലർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ട്. അതുകൂടെ പറയേണ്ടി വരും. അതെ, രജിസ്റ്റർ ചെയ്യാത്തവർക്കും നേരിട്ട് ചെന്നാൽ മരുന്ന് കിട്ടും എന്നുള്ള കാര്യം അറിയിക്കേണ്ടതുണ്ട്. അവിടെ രജിസ്ട്രേഷൻ നടക്കുമെന്നും ഇല്ലെങ്കിൽ അതിനുശേഷം എല്ലാവർക്കും ബൾക്കായിട്ട് സ്കൂളുകൾ വഴി എത്തിച്ചു കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുന്നുണ്ട്. പക്ഷെ അവര് ഇപ്പോഴും അത് തുടക്കത്തിലേ അതിനുള്ള പെർമിഷൻ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് എന്തോ മടിച്ചു നിൽക്കുകയാണ്. പക്ഷെ അത് നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ പിന്നെ പോകുന്ന വഴിക്ക് പോകട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. അത് പരമാവധി വിജയിപ്പിക്കാൻ നമുക്ക് വേണ്ടത് ചെയ്യാം എന്നേ പറ്റുള്ളൂ. ഇന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി നേരിട്ട് നമുക്ക് ഈ ഒരു യജ്ഞം തുടങ്ങി എല്ലാവരും അത് വിജയിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥനയുടെ വീഡിയോ സന്ദേശം എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ തന്നെ നമുക്കൊരു വലിയ നേട്ടം തന്നെയാണ്. ആ നേട്ടങ്ങൾ മാത്രം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കിട്ടിയുണ്ടോ കാര്യമില്ല. ഇത് ജനങ്ങളിൽ എത്തിക്കുമ്പോൾ 38 ലക്ഷത്തിൽ 38,000 പേരിലോ അല്ലെങ്കിൽ 3,80,000 പേരിലോ എത്തിയുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയ പരാജയമായിരുന്നു ലോകം മുഴുവൻ ചിത്രീകരിക്കും. ഡോക്ടറെ, കോവിഡ് വാക്സിനേഷൻ തുടങ്ങിയപ്പോഴേ 3.5 കോടിയില് 30,000 പേര് പോലും രജിസ്റ്റർ ചെയ്തില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മള് വാക്സിനേഷനെ കമ്പയർ ചെയ്യാൻ പോകരുത്. നമുക്ക് 3 ദിവസമേ ഉള്ളൂ. ആ 3 ദിവസത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ബാക്കിയുള്ളവർ, അതായത് ഈ അലോപ്പതിക്കാരെ കുറ്റം പറയുന്ന പോലെ നമ്മൾ ബാക്കിയുള്ളവരുടെ കുറവുകളല്ല അന്വേഷിക്കേണ്ടത്. വാട്ട് വി ക്യാൻ ഡു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലേ, നമുക്കത് വികസിപ്പിക്കണം. അത് തന്നെ ഞാൻ പറഞ്ഞത്. തീർച്ചയായും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, വളരുക തന്നെ ചെയ്യും. അതെ ഡോക്ടറെ, ഈ 3 ദിവസം കൊണ്ട് ആരും പറയുന്നില്ല. 3 ദിവസം എന്നുള്ളത് പ്രിലിമിനറിയാണ്, വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും ഡോക്ടറെ. അതൊക്കെ നടന്നുകൊണ്ടപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ തന്നെ എല്ലാവരും കത്തയച്ചിരിക്കുന്നത്. സ്കൂൾ ടീച്ചേഴ്സ് എല്ലാം തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഓർഡറായി കഴിഞ്ഞത്. അത് നടന്നോളും ഡോക്ടറെ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓർഡറായി കഴിഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഈ 35,000 പേര് രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തൊട്ടേ ആഴ്സനിക് ആൽബം കഴിച്ചുകൊണ്ടിരുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ, കുടുംബം മുഴുവനും. അതുകൂടാതെ കേരള ഗവൺമെന്റ് നമ്മൾ ഇപ്പൊ ഒത്തിരി പാമ്പർ ചെയ്യുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളെ. അത്രയ്ക്ക് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഇവരെ എല്ലാം പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാ. ജനങ്ങൾ ഒരു തീരുമാനം എടുക്കണ്ടേ? ഇതെല്ലാം സാക്ഷര കേരളമാണ്. ഇവർക്ക് എന്താ ചിന്തിക്കാൻ കഴിവില്ലേ ആവശ്യമുള്ളതാണെന്ന്? ജനം വരും, ജനം നമ്മളോടൊപ്പം വരും, അതിലൊരു സംശയമില്ല. മനോഹരൻ ഡോക്ടർ ഹൈറസ് ഡോക്ടർ മനോഹരൻ ഡോക്ടർക്ക് സംസാരിക്കാം. എല്ലാ ഡോക്ടർമാരെ അറിയാനായിട്ട് ഞാൻ ഇന്ന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 3 ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഇത് കിട്ടില്ല, സിസ്റ്റം ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഈ എല്ലാ PTA-കാർക്കും നിർദ്ദേശം കൊടുക്കണം. സ്കൂളിലേക്ക് നിർദ്ദേശം കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത് എല്ലാ സ്റ്റുഡൻസിനും സമീപജിതമായിട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതിനുള്ളൊരു സൗകര്യം ഉണ്ടാക്കണം പറഞ്ഞു. അല്ലെങ്കിൽ കുറച്ച് പേർക്ക്, എല്ലാ ആൾക്കാർക്കും പത്രം വരുത്തുന്ന ആൾക്കാരല്ല. അപ്പൊ ഇതിനെപ്പറ്റി വിശദമായിട്ട് എല്ലാ PTA-കാരാണ് ഇതിനകത്ത് മുൻകൈ എടുക്കേണ്ടതെന്നെല്ലാം പറഞ്ഞു. അപ്പൊ അത് പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരോഗ്യമന്ത്രിനെ ഈ പരിപാടിയിലേക്ക് നിർബന്ധമായിട്ടും ഞങ്ങളുടെ ഈ പരിപാടി സെമിനാറിൽ പങ്കെടുപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് സാറ് മുൻകൈ എടുക്കും. അപ്പൊ സാറ് അത് മിനിസ്റ്റർ അടുത്ത് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഇപ്പോഴത്തെ ഈ 3 ദിവസം കൊണ്ട് നമുക്ക് ഒരാഴ്ച കിട്ടിയിരുന്നെങ്കിൽ കുറെ പേര് രജിസ്ട്രേഷൻ. ഇപ്പൊ എല്ലാവരും അക്ഷയ സെന്ററിൽ ചെന്ന് ഭയങ്കര അവിടെ സിസ്റ്റം ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്.
അപ്പൊ അത്രയും കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും ഒരുമിച്ച് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് IFSC ഒരു ഇതായിട്ട് ഈ ഇതിന്റെ ഡേറ്റ് ഒരു സാഹചര്യം ആവശ്യപ്പെടാവുന്നതാണ്. ഓക്കെ, അടുത്ത ദേവരായ ഡോക്ടർ ഹാൻഡ് റൈസ് ഉണ്ടല്ലോ. ദേവരായ ഡോക്ടർ സംസാരിക്കും. മന്ത്രിയുടെ ബൈറ്റ്സ് നമ്മൾ കണ്ടതല്ല, അതിലെ സ്കൂൾ വഴി കൊടുക്കാനും പറയുന്നുണ്ട്. അല്ല കിയോസ്കുകൾ മാത്രമല്ല, അതിന്റെ രണ്ടാം ഭാഗം ശ്രദ്ധിച്ചു നോക്കും, സ്കൂൾ വഴി കൊടുക്കാനും പറയുന്നുണ്ട് ആരോഗ്യമന്ത്രിയുടെ ഇതില്. ഇപ്പൊ ഇത് സ്കൂൾ വഴി വിതരണം ചെയ്യും. പിന്നെ നമ്മൾ ഇത്ര ആകുലരാകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 28 ലക്ഷം പേർക്കും കൊടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഇതിനോട് എതിർപ്പുള്ളവരുണ്ടല്ലോ, അവര് മാറി നിൽക്കുന്ന, അവര് കൊടുത്തവർക്ക് അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ പോകുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. വില്ലിങ് ആയിട്ടുള്ളവർ വന്ന് രജിസ്റ്റർ ചെയ്യുക. ഇതൊക്കെ വെറുതെ ഓടിച്ചിട്ട് പണ്ട് പിടിച്ചു കൊടുക്കുന്ന പോലെ കൊടുക്കുകയല്ലല്ലോ. കൃത്യമായിട്ട് ആവശ്യമുള്ളവൻ വരുന്ന രജിസ്റ്റർ ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നവന് നമ്പർ കൊടുക്കുന്നു, അതിനുശേഷം അവർക്ക് കിട്ടുന്നു. അതൊക്കെ ഒരു ശരിക്കും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ. ഡോക്ടറെ എന്തായാലും അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് നമ്മളിനി ഒന്നുകൊണ്ട് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ റിസർച്ചിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടും. കാരണം എന്താ വെച്ചാൽ സ്വമേധയാ വന്നു ചേർന്നവരാണ്. അവർക്കിപ്പം നമ്മൾ പ്രേരിപ്പിച്ചു കൊടുക്കുന്ന പോലെ അല്ല, കൊണ്ട് മരുന്ന് കഴിയുന്നവരല്ല. അതുകൊണ്ട് തന്നെ അത് കഴിക്കുക തന്നെ ചെയ്യും, അതിന് ഗുണം കിട്ടുക തന്നെ ചെയ്യും. ഡോക്ടർ ഉണ്ടല്ലോ, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഡോക്ടർ യഹിയ. ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ. ചെയ്തില്ല. കാരണം ബാബുരാജ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടാവല്ലോ, പിന്നെ ചീഫ് മിനിസ്റ്ററുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇന്നിപ്പം ഇറങ്ങിയ വീഡിയോ അത് കംപ്ലീറ്റ് അല്ല ഹെൽത്ത് മിനിസ്റ്ററുടെ. അതിനകത്ത് കുറച്ചുകൂടി എഡിറ്റിംഗ് വർക്ക് നടക്കാനുണ്ട്. അപ്പൊ അത് വർക്ക് നടക്കുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് എങ്ങനെയും ഗ്രൂപ്പിൽ വന്നതാണ്. അപ്പൊ അതാണ് അത് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പോട്ട് രജിസ്ട്രേഷനും അല്ലാതെയുള്ള ബൾക്ക് രജിസ്ട്രേഷനും ഒക്കെ വരും. ആദ്യത്തെ ഒരു ട്രയൽ 2-3 ദിവസം നടന്നാലും അത് കഴിഞ്ഞ് വാലെ ബാക്കിയുള്ള രീതിയിലേക്കും അത് നീങ്ങും. മൊത്തത്തില് ഒരു ഉന്മേഷം വന്നിട്ടുണ്ട്. മീഡിയാസ് ഈ ട്രിവാൻഡ്രം എഡിഷനില് 2-3 പത്രങ്ങളിലൂടെ വാർത്തകൾ വരാനുണ്ട്. ഇന്നും മാതൃഭൂമിയിലും മനോരമയിലും വീണ്ടും പുഷ് ചെയ്തിട്ടുണ്ട്. എന്തോ മറ്റ് എഡിഷൻസിലൊക്കെ പല ഇടത്തും വന്നു. ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂരൊക്കെ നല്ല ന്യൂസുകൾ 4 കോളം 5 കോളം ന്യൂസുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത്രയൊക്കെയാണ് അവതരിപ്പിക്കാനുള്ളത്. വേറൊന്നും പ്രത്യേകിച്ച് പുതിയ ന്യൂസുകൾ വേറൊന്നും വന്നിട്ടില്ല. നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് ഒരുവിധം കടവിൽ എത്തിയിട്ടുണ്ട്. നാളെ നമുക്ക് ഇതേ സമയത്ത് നാളത്തെ ചർച്ചയിൽ യഥാർത്ഥത്തിൽ തിരക്ക് കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഒന്നും തന്നെ വിളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. രാവിലെ എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ നടത്തും. നമ്മൾ പറഞ്ഞ പോലെ ഒരാൾ തന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും ഞാൻ ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാൻ കുറച്ച് പേർക്ക് എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് എന്തായാലും ഞാൻ വിളിക്കുന്നുണ്ട്. എല്ലാവരെയും പരമാവധി വിളിക്കാം. ഒരു വർഷം ഒരാള് പണിപ്പെട്ടിട്ട് ഇപ്പൊ ഉറക്കമില്ലാതെ നടക്കുകയാണ്. അടുത്തപോലെ ഇങ്ങനെ ഓരോരുത്തരും മൂലയ്ക്ക് കയറിയാൽ കുഴഞ്ഞു പോകും കേട്ടോ. എല്ലാവരും കൂടെ ഒന്ന് ഒപ്പം ചേർന്ന് നിന്ന് സഹായിക്കണം. ഇനി അങ്ങോട്ട് എന്റെ മോടെ കല്യാണം അടുത്ത് വരികയാണ്. വീട്ടിൽ ഇപ്പൊ തന്നെ പ്രശ്നമാണ്. ധനേഷ് കുറച്ച് നമ്പർ എനിക്ക് അയച്ചു, ഞാൻ വിളിക്കാം. വെരി ഗുഡ്. അതെ, ഡോക്ടർ അല്ലേ? ഡോക്ടർ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്നത്തെ ഈ ഒഫീഷ്യലായിട്ട് ഈ ചടങ്ങ് നമ്മുടെ ഇന്നത്തെ വെബിനാർ അവസാനിപ്പിക്കുന്നു. അതിന് നന്ദി പറയാനായിട്ട് രഞ്ജി ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഹലോ, കേൾക്കാം. ഓക്കെ. എന്തായാലും ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതായാലും വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്.
പലരും ആശങ്കപ്പെടുന്നതിൽ യാതൊരു അർത്ഥമൊന്നുമില്ല. എന്തായാലും എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു അലോപ്പതി ഡോക്ടർ സൗമ്യ ആ ക്യാപ്സ്യൂളിൽ പറഞ്ഞത് അത് കേട്ടിട്ട് ആരും ബേജാറൊന്നും ആവണ്ട. ഒന്നും ഭയപ്പെടാനില്ല. അവരൊക്കെ അവരുടെ അന്നം പേടിച്ചിട്ടുള്ള വിഷയമാണ്. എന്തായാലും നമുക്ക് ധൈര്യസമേതം മുന്നോട്ട് പോകാം. പട്ടികൾ കുരക്കട്ടെ, ഒട്ടക വണ്ടി മുന്നേറി പോയിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു. എബിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് ക്ലോസ് ചെയ്യാവേ. പിന്നെ നമുക്ക് നാളത്തേക്കുള്ള ഒരു ഫ്ലെയർ ഇന്നത്തെ പോലെ തന്നെ അടിച്ചിട്ട് അതിന്റെ ചർച്ച എന്നുള്ള നമുക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ചേർക്കുന്ന വേണ്ടതെന്ന് ഞാൻ രാവിലെ പറയാം. ബാക്കിയൊക്കെ അടിച്ചിട്ടു, ബാക്കി ഇതുപോലെ തന്നെ അടിച്ചിട്ടു. ഇപ്പം കുട്ടികൾക്കുള്ള അത് തന്നെ മതി. അതിന്റെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി. ശരി, അത് ഒരെണ്ണം അടിച്ചു തരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം രാവിലെ. ഒരെണ്ണം അടിച്ചിട്ട് തരും. ശരി. അപ്പം